നമസ്കാരം. സർഗസ്മൃതിയുടെ ഔദ്യോഗിക ചടങ്ങ് ആരംഭിക്കുകയാണ്. വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഉദ്ഘാടകൻ ശ്രീ കെ ജയകുമാർ IAS, ശ്രീ ബൈജു ചന്ദ്രൻ, ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, പ്രൊഫസർ A. ജിയോലീന, ശ്രീ റോബിൻ സേവ്യർ, ശ്രീ മണക്കാട് രാമചന്ദ്രൻ. ഇത് വ്രതാനുഷ്ഠാനങ്ങളുടെ വിശുദ്ധ മാസം. ഒപ്പം കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ ചരിത്ര സംഭാവനകൾ സമർപ്പിച്ച് നിസ്വവർഗത്തിനായി നിലകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ആഴങ്ങളിൽ വളർന്ന് സൗഹൃദത്തിന് ഉടമകളായ 2 ഇതിഹാസ പുരുഷന്മാരുടെ കൂടെ ജന്മമാസം. ചരിത്ര നാൾവഴികളിലൂടെ കരുതലോടെ കടന്നു പോവുകയും മാനവ സ്നേഹത്തിൻ്റെ ചരിത്രം നിർമ്മിച്ചെടുക്കുകയും ചെയ്ത 2 ബഹുമുഖ പ്രതിഭകളുടെ നാമങ്ങൾ തോപ്പിൽ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ. മലയാള സാഹിത്യ, സാമൂഹ്യ, സർഗാത്മക, പത്രപ്രവർത്തന രംഗങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച ദീർഘദർശി തോപ്പിൽ ഭാസിക്ക് ഇന്ന് ജന്മശതാബ്ദി. ഒപ്പം തലമുറകളായി തൻ്റെ അക്ഷരങ്ങളിലൂടെ നമ്മെ ആകർഷിക്കുകയും പ്രബുദ്ധരാക്കുകയും ചെയ്ത ബഹുമുഖ പ്രതിഭയായ അദ്ദേഹത്തിൻ്റെ ഉറ്റ മിത്രം കൂടിയായ കാമ്പിശ്ശേരി കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ ജന്മനാളാണ് ഈ മാസം 10. ഈ 2 ഇതിഹാസ പുരുഷന്മാരുടെ ജന്മനാളുകൾക്ക് ആദരവായി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവനും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും വയലാർ സാംസ്കാരിക വേദിയും സംയുക്തമായി ഒരുക്കുന്ന ഒത്തുചേരലാണ് സർഗസ്മൃതി 2024. ഓർമ്മക്കൂട്ടായ്മകൾ, ഡോക്യുമെൻ്ററി, ചലച്ചിത്ര പ്രദർശനങ്ങൾ, ഗാനവിരുന്ന് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നു മുതൽ 5 ദിനങ്ങളിലായാണ് ഈ സർഗസ്മൃതി ഒരുക്കുന്നത്. സർഗസ്മൃതിയുടെ ഔദ്യോഗിക ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. സ്വാഗതം ആശംസിക്കുന്നതിനായി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ, കേരള സർവകലാശാല ശ്രീ റോബിൻ സേവ്യറെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഞാനൊരു വൈദ്യനാകുവാൻ ശ്രമിച്ചു. ഞാനൊരു വിപ്ലവകാരിയായി. ഒരു കോഴിയെ കൊല്ലുന്നത് കണ്ട് കണ്ണടച്ച് കളയുന്ന ഞാൻ കൊല്ലാനും ചാകാനും കഠാരയും കൊണ്ട് നടന്നു. ഇടത് കൈയിൽ കഠാര വഹിച്ചുകൊണ്ട് ഞാൻ കഥയും നാടകവും എഴുതി. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ എഴുതുമെന്ന്. ഇത് ഒളിവിലെ ഓർമ്മകളിലൂടെ നമ്മളോട് പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട തോപ്പിൽ ഭാസിയാണ്. ഒരു നാടിനെ, ഒരു ജനതയെ, സമൂഹത്തെ, സംസ്കാരത്തെ അടിമുടി മാറ്റിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആവിഷ്കാരതലം രൂപപ്പെടുത്തിയെടുത്തിയ മഹാന്മാരെ, ആ പൊരുതുന്ന സൗന്ദര്യത്തിൻ്റെ അമരക്കാരായ 2 പ്രധാന വ്യക്തിത്വങ്ങളെ നാം ഓർത്തെടുക്കുകയാണ് ഇന്ന്. 1924 ഏപ്രിൽ 8 ജനിച്ച തോപ്പിൽ ഭാസിയും 1922 ജനിച്ച കാമ്പിശ്ശേരി കരുണാകരനും, 2 പേരും ബാല്യകാല സുഹൃത്തുക്കൾ. ഒന്നിച്ച് ഒരേ സമയം നാടകവും മറ്റു സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കൂടി മുന്നോട്ട് നടന്നവർ. ഒപ്പം വിപ്ലവ പ്രസ്ഥാനത്തിനായി എന്തും ത്യജിച്ച് ജീവിതം തന്നെ മാറ്റിവെച്ചുകൊണ്ട് അതിനുവേണ്ടി, കേരളത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ. കുട്ടിക്കാലത്ത് തൻ്റെ ഗ്രാമമായ വള്ളിക്കുന്നത്ത് സുഹൃത്തായ കാമ്പിശ്ശേരി കരുണാകരനുമൊത്ത് നടത്തിയ സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടകാഭിനയവുമാണ് വളർന്നു വന്നപ്പോൾ തോപ്പിൽ ഭാസിയെ തൻ്റെ നാടക ജീവിതത്തിന് വഴിതെളിച്ചത്. അതുപോലെ 1922 മാർച്ച് 3 നാൾ പ്രകാരമാണെങ്കിൽ മീനഭരണി ഏപ്രിൽ 10 വരിക. ജനിച്ച ശ്രീ PN കരുണാകരൻ, അദ്ദേഹം ജനയുഗം പത്രത്തിൻ്റെയും വാരികയുടെയും ബാലയുഗത്തിൻ്റെയും സിനിരമയുടെയും മുഖ്യ പത്രാധിപരായിരുന്നു. ആക്ഷേപഹാസ്യമായ കൽക്കിയിലൂടെയും ബോക്സ് കാർട്ടൂൺ കിട്ടുമാവിലൂടെയും വനിതാ പങ്ക്തി, ഡോക്ടറോട് ചോദിക്കുക, ബാലപങ്ക്തി, നാടകപങ്ക്തി, സിനിമ പങ്ക്തി തുടങ്ങി ഇന്ന് പത്രമാധ്യമങ്ങളിൽ നാം കാണുന്ന മിക്കവാറും എല്ലാ പങ്ക്തികളുടെയും തുടക്കക്കാരൻ മറ്റാരുമായിരുന്നില്ല, നമ്മുടെ കാമ്പിശ്ശേരി കരുണാകരനായിരുന്നു. അദ്ദേഹത്തിൻ്റെതായി
7 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, 4 പുസ്തകങ്ങൾ, നാടകം. പ്രധാനമായും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിലൂടെ അദ്ദേഹം ജനമനസ്സുകളിലേക്ക് കുതിച്ചെത്തി. 1952-54 കാലങ്ങളിൽ നിയമസഭാ അംഗം കൂടിയായിരുന്നു. രണ്ടുപേരെയും നാം ജന്മശതാബ്ദി വർഷം ഇന്ന് ഓർത്തെടുക്കുകയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ ഭാരതഭവനോടൊപ്പം വയലാർ സാംസ്കാരിക വേദിയും ചരിത്രവേദിയും കൂടി ഒന്നിച്ചു ചേർന്ന് ഒരുക്കുന്ന സർഗസ്മൃതി. ഈ സർഗസ്മൃതി ഇതിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS, അദ്ദേഹം IMGയുടെ ഡയറക്ടർ, അദ്ദേഹത്തെ, അതുപോലെ അധ്യക്ഷനായി ഇന്ന് ഉള്ള ശ്രീ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ശ്രീ ബൈജു ചന്ദ്രൻ, ദൂരദർശൻ്റെ മുൻ പ്രോഗ്രാം ഡയറക്ടറാണ്, ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, ഡയറക്ടർ സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രൊഫസർ AG ഒലീന, സാക്ഷരതാ മിഷൻ, അതുപോലെ നമ്മുടെ വയലാർ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷൻ സെക്രട്ടറി ശ്രീ മണക്കാട് രാമേന്ദ്രൻ. ഈ വേദിയിലുള്ള ഈ മഹത് വ്യക്തിത്വങ്ങളോടൊപ്പം ഇന്ന് സദസ്സിലിരിക്കുന്ന ഓരോരുത്തരെയും, അതുപോലെ ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സർഗസ്മൃതിയുടെ അധ്യക്ഷനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ അധ്യക്ഷ ഭാഷണത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലെ സർവാദരണീയനായ ഉദ്ഘാടകൻ ശ്രീ ജയകുമാർ IAS. ജയകുമാർ സാറ് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. അദ്ദേഹം ചെന്നൈയിലേക്കുള്ളൊരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഇത്രയും നേരം ഇവിടെ കാത്തിരിക്കുന്നതിൻ്റെ സാങ്കത്യം സാർ അവിടെ ഇരുന്ന് പറയുകയായിരുന്നു. കൃഷ്ണൻ നായർ സാർ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ്റെ തിരക്കഥകൾ തോപ്പിൽ ഭാസിയായിരുന്നു എഴുതിയിരുന്നത് എന്ന്. കാമ്പിശ്ശേരി എന്ന് പറയുന്ന പത്രാധിപർ, അങ്ങനെയുള്ള തോപ്പിൽ ഭാസിയുടെയും കാമ്പിശ്ശേരിയുടെയും കൃഷ്ണൻ നായർ സാറൊക്കെ ചേർന്ന ഒരു സർഗവസന്തത്തിൻ്റെ കാലത്തെ പ്രിയപ്പെട്ട ജയകുമാർ സാർ അവിടെ ഇരിക്കുമ്പോൾ ഓർത്തെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സാർ അവിടെ ഇത്രയും നേരം നമുക്ക് വേണ്ടി ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമുക്കൊപ്പം ഇരിക്കുകയും ആ കാലത്തെ ഓർത്തെടുത്ത് സംസാരിക്കുകയുമായിരുന്നു. അങ്ങനെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജയകുമാർ സാർ, അതുപോലെ തന്നെ മ്യൂസ് മേരി ടീച്ചർ ഇവിടെ സന്നിഹിതയായിട്ടുണ്ട്. മ്യൂസ് മേരി ടീച്ചർ സർവ്വവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലും സാംസ്കാരിക പ്രവർത്തക എന്നുള്ള രീതിയിലും നാടകത്തെയും സിനിമയെയും ഒക്കെ സ്നേഹിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിത്വം എന്നുള്ള രീതിയിൽ ടീച്ചറുടെ സാന്നിധ്യം ഇവിടെ വളരെ അനുഗ്രഹീതമാണ്. മറ്റൊരു വ്യക്തിത്വം ബൈജു ചന്ദ്രൻ ചേട്ടനാണ്. ബൈജു ചന്ദ്രൻ ചേട്ടൻ മലയാളത്തിൻ്റെ നാടക, ചലച്ചിത്ര, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാലഘട്ടങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പുസ്തക രൂപത്തിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിൽ ഇപ്പോൾ പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന വ്യക്തിത്വമാണ്. ചരിത്രത്തിൽ നമ്മൾ മറന്നുപോകുന്ന കാര്യങ്ങൾ അത് മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്നതിനപ്പുറം അതിനു മുന്നേ ദൂരദർശൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള കലാമൂല്യമുള്ള ഒട്ടേറെ പ്രോഗ്രാമുകൾ ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ല സേവനം അനുഷ്ഠിച്ച സാംസ്കാരിക പ്രവർത്തകനാണ് ബൈജു ചന്ദ്രൻ ചേട്ടൻ. ബൈജു ചന്ദ്രൻ ചേട്ടൻ്റെ സാന്നിധ്യം പ്രത്യേകിച്ചും തോപ്പിൽ ഭാസിയെയും കാമ്പിശ്ശേരിയെയും ഒക്കെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ ഇവിടെ ഒലീന ടീച്ചർ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഈ വേദിയിലുള്ള മറ്റൊരാൾ രാമേന്ദ്രൻ ചേട്ടനാണ്. രാമേന്ദ്രൻ ചേട്ടൻ വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനത്തെ നയിക്കുന്ന വ്യക്തിത്വമാണ്. വയലാറും കാമ്പിശ്ശേരിയും അതുപോലെ തന്നെ തോപ്പിൽ ഭാസിയും ഒക്കെ തമ്മിലുള്ള ആത്മസൗഹൃദം, അവർ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ, അതുപോലെ തന്നെ അവർ പരസ്പരം എഴുതിയ ഓർമ്മക്കുറിപ്പുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ വയലാർ സാംസ്കാരിക വേദി കൂടി ഭാരത് ഭവനും ചലച്ചിത്ര അക്കാദമിയും ചേരുന്ന ഒരു സംഘാടനത്തിൽ വയലാർ സാംസ്കാരിക വേദിക്ക് അതിന് നീതിപൂർവമായിട്ടുള്ളൊരു പങ്കാളിത്തമുണ്ട്. ആ രീതിയിൽ രാമേന്ദ്രേട്ടനും അതുപോലെ തന്നെ വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. വേദിയിൽ രാമേന്ദ്രേട്ടനുണ്ട്. സദസ്സിലും വളരെ ശ്രദ്ധേയരായ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, ഇത് ജന്മശതാബ്ദി വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 1924 ഏപ്രിൽ 8 തോപ്പിൽ ഭാസി ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്ക് ഈ പോലീസ് നരനായട്ടിലും ഒക്കെ തൊഴിലാളി വർഗത്തിൻ്റെ രക്തം വീണ് കുതിർന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശൂരനാടിൻ്റെ
ഓട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപ്രദേശമായ വള്ളികുന്നത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതേ ഇടത്ത് തന്നെയാണ് 2 വർഷം മുമ്പ് 1922 മാർച്ച് 3 കാമ്പിശ്ശേരി കരുണാകരൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിത്വം പിറക്കുന്നത്. ഇവരും അതുപോലെ തന്നെ അതിനൊപ്പം പിന്നീട് പുതുശ്ശേരി രാമേന്ദ്രൻ എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള കവിയും കൂടെ ചേർന്ന് ഭാരത തൊഴിലാളി എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സർഗയാത്ര കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ മാറ്റി എഴുതുന്ന രീതിയിൽ, കേരളത്തിന്റെ പ്രത്യയശാസ്ത്രബോധത്തെ മാറ്റി എഴുതുന്ന രീതിയിൽ, നിസ്വവർഗത്തിനൊപ്പം നിന്ന്, സാധാരണക്കാരനൊപ്പം നിന്ന്, തൊഴിലാളി വർഗത്തിനൊപ്പം നിന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിപ്ലവകാരികളായി ഇറങ്ങിത്തിരിച്ച 2 പേരാണ് തോപ്പിൽ ഭാസിയും കാമ്പിശ്ശേരിയും. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെങ്കിലും സ്വാതന്ത്ര്യ സമര സേനാനിക്കുള്ള പുരസ്കാരങ്ങൾ നിരസിച്ചവരാണ് 2 പേരും. സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള ഖ്യാതിക്ക് അപ്പുറത്ത് ആ സമയത്ത് തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ചിന്തയ്ക്ക് വിത്തുപാകിയവരാണ് 2 പേരും. അതിൽ തോപ്പിൽ ഭാസി പിന്നീട് KPSUയുടെ അമരക്കാരനായി നാടകരംഗത്ത് നാടകരചയിതാവ്, സംവിധായകൻ എന്നുള്ള രീതിയിൽ ജനകീയ നാടകത്തെ നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്ത് ഒട്ടേറെ നാടകങ്ങൾ ചെയ്തെടുത്തു. ഒട്ടേറെ തിരക്കഥകൾ, 100-ലേറെ ചലച്ചിത്രങ്ങളുടെ തിരക്കഥ, കൃഷ്ണൻ നായർ സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ സേതുമാധവൻ സാറുമായിട്ട് ചേർന്ന് ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും എഴുതി. പിന്നീട് സിനിമ സംവിധാനം ചെയ്തു. നാടക സംവിധായകൻ, ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, സിനിമയുടെ കഥാകൃത്ത് എന്നൊക്കെയുള്ള രീതിയിൽ വിപ്ലവകാരി എന്നതിനപ്പുറത്ത് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പക്ഷെ ഈ ഇതിലൊക്കെ സഞ്ചരിക്കുമ്പോഴും മനുഷ്യസ്നേഹം, മാനവികത എന്ന് പറയുന്ന ഉള്ളൊരുക്കങ്ങൾ, അതിൻ്റെ ഒരു ഉൾക്കാമ്പ് മുറുകെ പിടിച്ചുകൊണ്ടാണ് തോപ്പിൽ ഭാസി എന്ന് പറയുന്ന പ്രതിഭാതനായിട്ടുള്ള ജീനിയസ് കടന്നുപോയത്. കാമ്പിശ്ശേരിയാകട്ടെ സ്വാതന്ത്ര്യസമര സേനാനിയായി, അതിനുശേഷം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമയത്ത് ഇവിടെ തിരുവനന്തപുരത്ത് പോലീസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ച് അവശരാക്കിയപ്പോൾ അന്ന് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന കാമ്പിശ്ശേരി അവിടെ നിന്ന് പരീക്ഷ എഴുതുന്നതിന്റെ ഇടയിൽ ഈ മർദ്ദനം കണ്ട്, ആ ക്രൂരത കണ്ട് ഈ വിദ്യാർത്ഥി സമൂഹത്തെ നയിക്കുന്നതിൽ മുന്നിൽ നിന്നു. അന്ന് പോലീസ് തല്ലിച്ചതച്ച് ഇവിടെ തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ 6 മാസം അദ്ദേഹത്തെ തുറങ്കിലടക്കുന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായിട്ടുള്ള ബന്ധം, അന്തർദേശീയ തലത്തിലുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച്, മനുഷ്യസ്നേഹത്തെക്കുറിച്ച് ഒക്കെ പഠിച്ച് അറിഞ്ഞാണ് അദ്ദേഹം ജയിൽവാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. പിന്നീട് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നാടകത്തിലൂടെ തികഞ്ഞ അഭിനേതാവ് എന്നുള്ള രീതിയിൽ കാമ്പിശ്ശേരി തൻ്റെ പ്രതിഭ തെളിയിച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പരമനായരെയൊക്കെ കണ്ട് കാമ്പിശ്ശേരിക്ക് അതിനിടയിൽ ജനയുഗം പോലുള്ള, ഇന്നത്തെ ജനയുഗമല്ല അന്നത്തെ ജനയുഗം എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനത്തിന് പുതിയ മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്ത സർഗാത്മകതയുടെ ഒരു കാലമുണ്ടായിരുന്നു ജനയുഗത്തിന്. അതിന്റെ പത്രാധിപർ എന്നുള്ള രീതിയിൽ അതിനെ പുതിയ രീതിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പരമപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അവിടെ എത്തുന്നത് PJ ആന്റണി എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള നാടക അഭിനേതാവും ചലച്ചിത്ര അഭിനേതാവും നാടക സംവിധായകനും എഴുത്തുകാരനുമാണ്. അപ്പം PJ ആന്റണി ഈ കഥാപാത്രത്തെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് ഈ പരമപിള്ളയെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ വല്ലാത്ത വിറയലായിരുന്നു. കാരണം കാമ്പിശ്ശേരി ചെയ്ത പരമപിള്ളയുണ്ട്, വളരെ സൂക്ഷ്മമായി അഭിനയത്തിന്റെ എല്ലാ സൂക്ഷ്മതകളും ഒപ്പിയെടുക്കുന്ന രീതിയിൽ അരങ്ങിൽ കാമ്പിശ്ശേരി പകർന്നാടിയ പരമപിള്ളയ്ക്കൊപ്പം എത്താൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അത് അത്രമാത്രം ഔന്നിത്യത്തിലാണ് എന്ന് PJ ആന്റണി പറഞ്ഞിട്ടുണ്ട്. അതാണ് പരസ്പരം അംഗീകരിക്കുന്നതിന്റെയും കാമ്പിശ്ശേരി എന്ന് പറയുന്ന അഭിനേതാവിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വെക്കാവുന്ന ഒരു പ്രധാന കാര്യമാണത്. അതുപോലെ തന്നെ കാമ്പിശ്ശേരി പിന്നീട് പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, പത്രാധിപർ എന്നുള്ള രീതിയിൽ, തികഞ്ഞ മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ 55 വർഷ കാലയളവിലെ ജീവിതം ഏറ്റെടുത്ത കാര്യങ്ങളെയൊക്കെ തിളക്കമുള്ളതാക്കി മുന്നോട്ട് പോയി. അപ്പൊ ഈ 2 പേരുടെയും ഓർമ്മകളെ മുറുകെ പിടിക്കുന്ന ശതാബ്ദി വർഷം. ഇപ്പൊ ഈ ശതാബ്ദി വർഷം പറയുമ്പോൾ തോപ്പിൽ ഭാസിക്ക് ഇത് 2024 ഏപ്രിൽ 8 എന്ന് പറയുന്നത് 100 വർഷം തികയുന്ന ജന്മദിനമാണിന്ന്. കാമ്പിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം 1922 മാർച്ച് 3 ജനിച്ച കാമ്പിശ്ശേരിക്ക് 2 വർഷം മുന്നെയാണ് കാമ്പിശ്ശേരി ജനിച്ചത്. നമ്മൾ ഇതിന്റെ സാങ്കത്യം കണ്ടെത്തുന്നത് തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി
ദിനം ഇന്നാകുമ്പോൾ ഇത് ഇവിടെ ഈ പല ഇടങ്ങളിൽ ഇപ്പോൾ വള്ളികുന്നം കേന്ദ്രീകരിച്ച് തോപ്പിൽ ഭാസിയുടെയും കാമ്പിശ്ശേരിയുടെയും ജന്മശതാബ്ദി വർഷം തുടങ്ങിയത് കാമ്പിശ്ശേരിയുടെ ജനന തീയതി വെച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 2 വർഷം മുൻപേ തോപ്പിൽ ഭാസി കാമ്പിശ്ശേരി ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അത് വള്ളികുന്നത്തും ഇന്ത്യയിലെയും അതുപോലെ തന്നെ വിദേശത്തിലെയും മലയാളി കൂട്ടായ്മകൾക്കിടയിൽ ഇവരുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടും സർഗാത്മകപരമായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടും അത്തരം പ്രവർത്തനങ്ങൾ സജീവമായി നടന്നു. ആ 2 വർഷത്തിന്റെ ഓർമ്മ പൂർത്തീകരിക്കുന്ന, ആ 2 വർഷത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന ദിനം കൂടിയാണിത്. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഭാരത് ഭവനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക രംഗത്ത് ഇത്രയേറെ വേറിട്ട വഴികൾ തെളിച്ചുകൊണ്ട്, നമുക്ക് വെളിച്ചം പകർന്നുകൊണ്ട്, പുതിയ ചിന്തകൾ പകർന്നുകൊണ്ട്, മനുഷ്യ സ്നേഹത്തിന് വേണ്ടി നിലകൊണ്ട ഈ മഹാരഥന്മാരെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഏതൊരു സാംസ്കാരിക സ്ഥാപനത്തിന്റെയും സാംസ്കാരികതയെയും കലയെയും മാനവ സ്നേഹത്തെയും നെഞ്ചേറ്റുന്നവരുടെയും കടമയും കർത്തവ്യവുമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചലച്ചിത്രോത്സവവും ഡോക്യുമെന്ററികളും ഓർമ്മ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നത്. എല്ലാ ദിനങ്ങളിലും 5 ദിവസം വളരെ മനോഹരമായിട്ടുള്ള ചലച്ചിത്രങ്ങൾ നമുക്ക് ആസ്വദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് ജയകുമാർ സാറാണ്. എന്തുകൊണ്ടും ഈ 2 വ്യക്തിത്വങ്ങളെ കുറിച്ചും ഈ ഒരു ഫെസ്റ്റിവലും ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യനായ ഒരാൾ. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ജയകുമാർ സാറിന്റെ സമയം വീണ്ടും അപഹരിക്കുന്നില്ല. ഏറെ ആദരവോടെ ഈ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹാദരം ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു മുൻ ചീഫ് സെക്രട്ടറിയും IMG ഡയറക്ടറുമായ ശ്രീ K. ജയകുമാർ IAS-നെ. ജയകുമാർ സാറിന്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. ഏറെ സ്നേഹാദരവോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തേണ്ട ശ്രീ ബൈജു ചന്ദ്രൻ, ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, നമുക്ക് സ്വാഗതം ആശംസിച്ച റോബിൻ സെബാസ്റ്റ്യൻ, മണക്കാട് രാമചന്ദ്രൻ, പ്രിയ സുഹൃത്തുക്കളെ, അങ്ങേയറ്റം വൈകാരിക പ്രാധാന്യമുള്ള ഒരു അനുസ്മരണ സമ്മേളനമാണിത്. വ്യക്തിപരമായി തോപ്പിൽ ഭാസി എന്ന് പറയുന്ന നാടകകൃത്തും നാടക സംവിധായകനും എന്നുള്ളതിനേക്കാൾ കൂടുതലായി തിരക്കഥാ രചയിതാവായിരുന്ന തോപ്പിൽ ഭാസി ഞങ്ങളുടെ വീട്ടിലെ ഒരു സംഭാഷണ സാന്നിധ്യമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ ഏതാണ്ട് 25ഓളം തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്നിവിടെ കാണിക്കുന്ന ചിത്രങ്ങളിലൊന്ന് വിവാഹിത, അതും അച്ഛൻ്റെ ചിത്രമാണ്. 2 സേതുമാധവൻ ചിത്രങ്ങളും ഒരു വിൻസെൻ്റ് ചിത്രവുമാണ് ഇതിനകത്തുള്ളത് എന്ന് ഞാൻ കണക്കാക്കി.
അനുഭവങ്ങൾ പാളിച്ചകൾ സേതുമാധവൻ്റെ, വാഴ്വേമായം സേതുമാധവൻ, അതുപോലെ അശ്വമേധം വിൻസെൻ്റ് മാഷിൻ്റെ. ഒരു കാലത്ത് തോപ്പിൽ ഭാസിയുടെ തിരക്കഥ എഴുതി കിട്ടിയാൽ സംവിധായകർക്കുണ്ടാകുന്ന തൃപ്തി അത് ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നിന്ന് അനുഭവിച്ച ആളാണ്. ഭാസിയാണ് എഴുതുന്നൊന്നും പേടിക്കണ്ട എന്ന് പറയുന്ന ഒരു കാട്ടുതുളസി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ചിത്രങ്ങളൊക്കെ തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ കുടുംബത്തിലെ സംഭാഷണ സാന്നിധ്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണ്. എപ്പോഴും ഇങ്ങനെ കടന്നു വരുന്ന ഒരു പേര്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചു, അദ്ദേഹത്തെ പലപ്പോഴും കാണാനിടയായി. അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അന്നത്തെ ഒരു സാന്നിധ്യം ഞാൻ ഓർത്തു പോവുകയാണ്. അതിനു മുൻപ് ഞാനീ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ കാണുന്നതിന് മുൻപ് എൻ്റെ അമ്മ ഒരു വായനക്കാരിയാണ്. അപ്പോൾ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ഒളിവിലെ ഓർമ്മകൾ എടുത്തുകൊണ്ട് പോയി കൊടുത്ത് അമ്മ വായിച്ചിട്ട് നീയും വായിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഒളിവിലെ ഓർമ്മകൾ എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ പലയിടത്തും ഒളിച്ചിരുന്നിട്ടുണ്ട്, ചിലരൊക്കെ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഒളിവിലെ ഓർമ്മകളെ അതിശയിക്കാൻ സാധിക്കുന്ന ഒരു ഓർമ്മ പുസ്തകമില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ യാതന അനുഭവിച്ചിട്ടുള്ള ഒളി ജീവിതം നയിച്ചവരുണ്ടാകാം. പക്ഷേ തന്നെ നിഷ്പക്ഷനായി കണ്ടുകൊണ്ട് തൻ്റെ യാതനകളെപ്പോലും എന്താ പറയേണ്ടത് ഒരു സർഗാത്മകതയോടുകൂടി ആവിഷ്കരിക്കുവാൻ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ഒരു ക്ലാസിക് രചന കൊണ്ട് തോപ്പിൽ ഭാസിക്ക് മാത്രമേ അങ്ങനെ ഒരു കൃതി എഴുതാൻ സാധിക്കൂ. അത് ആ രചനയുടെ സുഭഗത മാത്രമല്ല, അനുഭവങ്ങളോടുള്ള ഒരു നാടകകൃത്തിൻ്റെ കണ്ണ് നമുക്കതിൽ കാണാം. തൻ്റെ അനുഭവങ്ങളാണെങ്കിൽ പോലും ഒരു നാടകകൃത്തിൻ്റെ കണ്ണാണ്, നാടകകൃത്തിൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് സ്വാനുഭവങ്ങളെ തന്നെ തോപ്പിൽ ഭാസി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഞാൻ ഈ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയോ ഹൈസ്കൂളിൽ പഠിക്കുകയോ മറ്റോ ആണ്. എനിക്ക് അന്നും ഇന്നും അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമുള്ള ആളല്ല ഞാൻ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വളരെ മാന്യമായ ബന്ധം പുലർത്തുന്നുള്ള ഒരാൾ എന്നുള്ളതിനപ്പുറം ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ ഒളിവിലെ ഓർമ്മകൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ആയിക്കൂടാ എന്ന ചിന്ത ഒരു ബാലൻ്റെ മനസ്സിൽ വിത്തിടാൻ, ആ വിത്ത് മുളച്ചോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇങ്ങനെയാണ് ആത്മാഭിമാനമുള്ള ഒരാൾ ജീവിക്കേണ്ടത്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ ത്യജിക്കേണ്ടത് ഇങ്ങനെയാണ്. ഈ ഒരു ഹീറോയിസം അന്ന് എന്നിലുണ്ടാക്കിയ മതിപ്പ് ചെറുതായിരുന്നില്ല എന്ന് ഞാൻ ഓർത്തു പോവുക. ഞാനതുകൊണ്ട് പോയി പാർട്ടിയിലൊന്നും ചേർന്നൊന്നുമില്ല, പക്ഷേ ഈ ഒരു ആർജവം എന്നെ അന്ന് അത്ഭുതപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വന്തമായി എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയോ പണമുണ്ടാക്കാനോ എന്തെങ്കിലും മന്ത്രിയാകാമെന്ന് വിചാരിച്ചിട്ടോ എന്തെങ്കിലും പ്രതാപത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും തൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സാധിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ഘട്ടത്തിൽ ഈ യാതന അനുഭവിച്ചുകൊണ്ട് ഒളിവിലും ഇങ്ങനെ ഓട്ടമാണ്. പക്ഷേ താമസിക്കുന്ന വീടുകളിലൊക്കെ തന്നെ അവരെ മനുഷ്യരായി കാണാനും അവരുടെ മനുഷ്യത്വത്തിൻ്റെ ആ സൗരഭ്യം ആസ്വദിക്കാനുമുള്ള തോപ്പിൽ ഭാസിയുടെ കഴിവാണ് വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി അദ്ദേഹത്തെ മാറ്റുകയും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിലൊരു കലാകാരനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. തൻ്റെ ജീവിതമാണെങ്കിലും തൻ്റേതല്ലാത്ത ജീവിതം പോലെ അത് കാണാനുള്ള ഒരു കണ്ണ്, ആ ഒരു ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടത് കാണാൻ തോപ്പിൽ ഭാസിക്ക് സാധിച്ചു. അങ്ങനെയാണ് ആ കൃതി ഒരു ക്ലാസിക്കായി മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രമോദുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതല്ല, അതിപ്പോഴും ഒരു സിനിമയാക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. നാടകമാക്കിയിട്ടുണ്ടാവും ആരെങ്കിലും ഇല്ലേ? സിനിമയ്ക്കും ഇപ്പോഴും സാധ്യതയുണ്ട്. ഇക്കാലത്ത് കൂടുതൽ സാധ്യതയും ആവശ്യവുമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോലുള്ള മധ്യവർഗ ബുദ്ധിജീവികൾ വളരെ സുരക്ഷിതമായി ജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യരാഹിത്യത്തെപ്പറ്റി വിലപിക്കുകയും സ്വാതന്ത്ര്യത്തെ സ്വപ്നം കാണുകയും എന്നാൽ അതിനുവേണ്ടി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അപകടമാകുമല്ലോ എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തെ തൊട്ട് വണങ്ങാനെങ്കിലും ഔദാര്യം കാണിച്ചാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്. ആർക്കുണ്ടി ധീരത, കയ്യിലിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട്
കൈ അനക്കാനും പൊക്കാനും വയ്യാത്ത രീതിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ മധ്യവർഗ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാന്യതയുടെ പരിവേഷമിട്ട് ജീവിക്കുന്ന നമുക്ക് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഈ ആർജവത്തിൻ്റെ മുമ്പിൽ. നമുക്ക് നമ്മുടേതായിട്ടുള്ള യുക്തികളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഒരുപക്ഷെ ഇതിനേക്കാളും അപകടകരമായിരുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് എന്തും ത്യജിച്ചുകൊണ്ട് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, തൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ജീവനിങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ജീവിതം ജീവിച്ച ഒരു ത്യാഗിയുടെ കഥയാണ് ഒളിവിലെ ഓർമ്മകളുടെ കഥ. ധീരതയുടെ കഥയാണത്. ആ ധീരതയാണ് തോപ്പിൽ ഭാസിയെ വ്യത്യസ്തനാക്കുന്നത്. പിന്നീടാണ് ഞാൻ ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം കാണുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതുന്ന സമയത്ത് തോപ്പിൽ ഭാസിക്ക് അത്ര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. അറിയാം നല്ലതാണ്, പക്ഷേ ഇത് ജനം അംഗീകരിക്കുമോ? കാരണം അങ്ങനെയുള്ളൊരു നാടകം അതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ രാജാപ്പാർട്ട് നാടകങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ സാധാരണയിൽ സാധാരണക്കാരുടെ കഥയും പ്രണയവും നിരാശയും ആശയും പ്രത്യാശയെ പറ്റി പറയുന്ന ഒരു നാടകം അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അവതരിപ്പിച്ചപ്പോൾ എന്താണ്, ഞങ്ങളിത് കാത്തിരിക്കുകയായിരുന്നു എന്ന് കേരളം ഒറ്റവാക്കിൽ പറഞ്ഞ ഒരനുഭൂതിയല്ലേ അത് നമുക്ക് കിട്ടിയത്. അതിന് തോപ്പിൽ ഭാസിയുടെ ആർജവമാണ് ആ ഒരു റിയാക്ഷൻ ഈ മലയാളത്തിൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ആർജവമാണ്. കാരണം അതിനകത്ത് അനുഭവ സത്ത മുഴുവനുണ്ട്. അല്ലാതെ തിയറി പഠിച്ചിട്ട് കമ്മ്യൂണിസം പറയുന്ന ആളല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു അതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല തോപ്പിൽ ഭാസി. അനുഭവത്തിലൂടെ, തീക്ഷ്ണതയിലൂടെ, ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച അനുഭവത്തിൻ്റെ തീവ്രതയിലും തീക്ഷ്ണതയിൽ നിന്ന് ഒരു നാടകം എഴുതുമ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കൊടിയിങ്ങിത എന്ന് പറയുന്ന ഒരു രംഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ, ഒരു സമൂഹത്തെ കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തോന്നിപ്പിക്കുവാൻ സാധിച്ച ആ രചനാ കൗശലത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമിക്കുക. ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോഴും നമുക്ക് കാണാമല്ലോ. ഞാൻ KPSCയോട് കൂടെ പറയും, ഞാൻ ആരോടും ഈ പാട്ട് എഴുതാനൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. എനിക്ക് KPSCയോട് ഞാൻ കൂടെ പറയും, നിങ്ങൾ എന്താണ് എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കാത്തത്? കാരണം ONV സാറൊക്കെ എഴുതി ഈ കേരളത്തിനൊരു ഗാന സംസ്കാരം ഉണ്ടാക്കിക്കൊടുത്ത KPSC. നാടകം അവിടെ നിൽക്കട്ടെ. ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും പിന്നീട് വന്ന നാടകങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഭാവുകത്വത്തിലുണ്ടാക്കിയ മാറ്റം പോലെ തന്നെ നമ്മളിപ്പോൾ സിനിമാ സംഗീതത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും അതിനൊക്കെ മുമ്പ് വാസ്തവത്തിൽ നമുക്കൊരു ഗാന സംസ്കാരം, ജനകീയമായ ഗാന സംസ്കാരം ഉണ്ടാക്കി തന്നത് നമ്മുടെ നാടകങ്ങളാണ്. ഇവിടെ ഇരയിമൻ തമ്പിയുടെയും ഒക്കെ പാട്ടുകളൊക്കെ പാടി നടന്ന KC കേശവപിള്ളയുടെയും ഒക്കെ പാട്ടുകൾ മാത്രം പാടി നടന്ന നമുക്ക് പിന്നെ നാടൻ പാട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. അതിനൊന്നും അന്ന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ താരാട്ട് പാട്ടുകൾക്കും അല്ലെങ്കിൽ ശൃംഗാരപ്പാട്ടുകൾക്കും ഒക്കെ അപ്പുറത്ത് നമ്മുടെ ഭാഷയിൽ ഗാനങ്ങൾ ഉണ്ടായി വന്നത് KPSC കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുക. ആ നാടക ഗാനങ്ങളാണ്. ONV സാറിനെയൊക്കെ ഞാൻ കാണുമ്പോൾ ഒരു ലെജൻഡിനെ കാണുന്ന പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം പാട്ടുകൾ അദ്ദേഹത്തെക്കാളും പ്രശസ്തമായി നിൽക്കുന്ന കാലമാണ്. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പാട്ടുകൾ ഇതൊക്കെ സാറാണ് എഴുതിയതല്ലേ. സാറിനെ കാണുമ്പോൾ ഒരു ലെജൻഡിനെ കാണുന്നത് പോലെയാണ് ഞാൻ ആദ്യം കാണുന്നത് സാറിനെ. പിന്നെ സാറുമായിട്ട് നമുക്ക് പരിചയമായതൊക്കെ ജീവിതത്തിൻ്റെ ചില സുഹൃതങ്ങളായി നമുക്ക് അങ്ങനെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നീട് ശോഷിച്ച ഒരു വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ അനാഗത ശ്മശ്രുവായിരുന്ന ഒരു ഗാനരചയിതാവ് എഴുതിയ ഗാനങ്ങൾ കേരളത്തെ പുളകമണിയിച്ചു എന്നുള്ളത്. അങ്ങനെയാണ് ഒരു ഗാന സംസ്കാരം കേരളത്തിൽ ഉണ്ടാകുന്നത്. സിനിമാ സംഗീതം വാസ്തവത്തിൽ ആ അടിത്തറമേൽ ഉയർത്തപ്പെട്ട മറ്റൊരു സൗധമാണ്. അടിത്തറയ്ക്ക് വലിയ ഭംഗിയോ ഗ്ലാമറോ ഒന്നുമില്ലായിരിക്കാം, പക്ഷേ ആ സൂപ്പർ സ്ട്രക്ചറിന് കൂടുതൽ ഗ്ലാമർ ഉണ്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾ സിനിമാ ഗാനങ്ങളെപ്പറ്റി പറയുന്നു. പക്ഷേ അടിസ്ഥാനപരമായി നാടക ഗാനങ്ങളിലൂടെയാണ് മലയാളിയുടെ ഗാന സംസ്കാരം ഉണ്ടായി വന്നത്. അതാകട്ടെ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളിലെ തികച്ചും ജനകീയമായിട്ടുള്ള സാധാരണ മനുഷ്യൻ്റെ ഭാഷയിലും സ്വപ്നത്തിനും ആവിഷ്കാരം കൊടുത്തുകൊണ്ടുള്ള പാട്ടുകൾ ആണ് നമുക്ക് തന്നത്. അങ്ങനെ ഈ നാടകത്തിൻ്റെ അരങ്ങിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായും സാമ്പത്തികമായും ആരുമല്ലാത്തവർക്ക് വാഴാനുള്ളതും കൂടിയാണ് ഈ അരങ്ങ് എന്നാദ്യമായി നമ്മളോട് പറയുക മാത്രമല്ല അതെന്തൊരു ഉജ്ജ്വലമായി കാണിച്ചു തരികയും കൂടി ചെയ്ത തോപ്പിൽ ഭാസി നമ്മുടെ നാടകരംഗത്ത് ഉണ്ടാക്കിയ മാറ്റം, ആ മാറ്റത്തിൻ്റെ അലകൾ എന്തുമാത്രം
വലുതായിരുന്നു എന്ന് ഒരുപക്ഷെ ചരിത്രബോധത്തോടു കൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ഈ ശതാബ്ദി വാസ്തവത്തിൽ ഒരു താങ്ക്സ് ഗിവിംഗ് ആണ്. ഇതൊരു കൃതജ്ഞതാ പ്രകാശനമാണ് എന്ന് നാം പറയണം. കാരണം നമ്മൾ നാടകത്തിലൂടെയും സിനിമയിലൂടെയും സംഗീതത്തിലൂടെയും നേടിയതിൻ്റെ ഒക്കെ അടിത്തറ പാകിയ ഒരു ധിഷണാശാലിയുടെ, ഒരു ത്യാഗശാലിയുടെ, ഒരു വലിയ സർഗ ചൈതന്യത്തിൻ്റെ 100ാം ജന്മദിനമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. തോപ്പിൽ ഭാസിയുടെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ട് ഒരു നാടക ചരിത്രമോ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രമോ എന്തിന് നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രമോ രചിക്കുവാൻ സാധ്യമല്ല. അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞ സർഗസ്വാധീനമാണ് തോപ്പിൽ ഭാസിയുടേത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞു പോയാൽ ഇങ്ങനെ ഒരുപാട് പറയും എന്നുള്ളത് കൊണ്ടും എനിക്ക് പോകാനുള്ളത് കൊണ്ടും ഞാൻ നിർത്തുകയാണ്. കാമ്പേശ്ശേരി കരുണാകരനെ എനിക്ക് ആകെ അറിയാവുന്നുള്ളത് ജനയുഗം ആഴ്ചപ്പതിപ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് വായിച്ചു കൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ബിമൽ മിത്രയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഇടമറുകിൻ്റെ യുക്തിവാദം ഞങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ബിമൽ മിത്രയെ പരിചയപ്പെടുന്നതൊക്കെ ജനയുഗം വാരിക വരുമ്പോഴാണ്. അന്ന് നമ്മുടെ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ വര, ഞാൻ ഈ വരയ്ക്കാനൊക്കെ തുടങ്ങിയത് ഗോപാലൻ്റെ വര കണ്ടിട്ടാണ്. ഒരുപക്ഷെ അത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ഒരു ഇലസ്ട്രേറ്റർ ഇന്നില്ലെന്ന് വേണം പറയാം ഗോപാലൻ്റെ വരകൾ. അപ്പോൾ ഈ കാമ്പിശ്ശേരിയാണ് ഇതിൻ്റെ എഡിറ്റർ എന്നുള്ളത് അറിയാം. ഓണം വിശേഷ പ്രതിയിൽ വയലാർ രാമവർമ്മയുടെ കവിതയുണ്ടാകും. അതെല്ലാം കാമ്പിശ്ശേരിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. വയലാറിൻ്റെ അവസാനത്തെ കവിത അതിലാണോ വരുന്നത്, കൗമുദിയിലാണോ വരുന്നത്? വൃക്ഷം അതിൽ തന്നെയല്ലേ വരുന്നത്. മരമായിരുന്നു ഞാൻ പണ്ടൊരു നദി, മഹാനദിക്കരയിൽ നദിയുടെ പേര് ഞാൻ മറന്നുപോയി എന്ന് പറയുന്ന വൃക്ഷം. അതൊക്കെ ഒരു സംഭവമാണ്. നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളാണ്. വൃക്ഷം വായിക്കുന്നു, അത് വയലാറിൻ്റെ അവസാനത്തെ കവിതയാണ്, നമ്മൾ ഓർക്കുന്നില്ല. കാമ്പിശ്ശേരിയുടെ നേതൃത്വത്തിൽ ജനയുഗം ആഴ്ചപ്പതിപ്പ് ഇങ്ങനെ കൃത്യമായി ഇറങ്ങുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, യുക്തിവാദമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. അതിനുമുമ്പ് നമ്മൾ യുക്തിവാദത്തെ പറ്റിയൊന്നും പറയില്ല. ഇടമറുകിനെ പറ്റിയൊക്കെ ആദ്യം അറിയുന്നത് അതിലൂടെയാണ്. ധീരമായിട്ടുള്ള ഒരു വാരിക. ആ ധീരത വീണ്ടെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ഉപ്പോളം പോരുമോ ഉപ്പിലിട്ടത് എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അങ്ങോട്ട് വരുന്നില്ല, അത്രത്തോളം ആകുന്നില്ല. എങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഓണം വിശേഷ പ്രതിയൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു കാലത്ത് ജനയുഗം നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ചെലുത്തിയ സ്വാധീനം അത് കാമ്പിശ്ശേരിയുടെ ധിഷണയുടെ ലക്ഷണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അശ്വമേധം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ അഭിനയം, അശ്വമേധത്തിലെ അതെ, ഈ കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി എന്നൊക്കെയുള്ള പാട്ടിൻ്റെ സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയവും ഒക്കെ തന്നെ നമ്മളെ ആ കഥാപാത്രത്തെപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹം എന്ന് പറയുന്ന നടനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമുക്കൊക്കെ അങ്ങനെയാണ് നാടകം അധികം കണ്ടിട്ടില്ല. കാമ്പിശ്ശേരി കരുണാകരൻ ഒരു സാന്നിധ്യമായിരുന്നു, സാംസ്കാരിക കേരളത്തിലെ ഒരു സാന്നിധ്യം. അദ്ദേഹം ഒരുപാട് എഴുതുകയോ ഒന്നും ചെയ്തില്ലല്ലോ. വളരെ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയുള്ളൂ, കുറച്ച് നാടകങ്ങളെ അഭിനയിച്ചുള്ളൂ, എഴുതിയുള്ളൂ ഒക്കെ തന്നെ. പക്ഷേ അദ്ദേഹം സാധ്യമാക്കി തീർത്ത ഒരു സാംസ്കാരിക അന്തരീക്ഷമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വാധീനം. കാമ്പിശ്ശേരി പറഞ്ഞാൽ നടക്കും. കാമ്പിശ്ശേരി ചില കാര്യങ്ങളുടെ പിന്നിൽ നടക്കുന്നയാളാണ്, അതിനെ സാധിപ്പിച്ചെടുക്കുന്നയാളാണ്. അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ സ്വാധീനം. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നിസ്വാർത്ഥതയാണ് ഇവരെയൊക്കെ നയിച്ചിരുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സ്വാർത്ഥ പൂരണത്തിന് വേണ്ടി സ്വാർത്ഥമോഹം കൊണ്ട് നയിക്കപ്പെട്ടവരല്ല ഇവരാരും. ആ നിസ്വാർത്ഥതയുടെ മുമ്പിൽ നമസ്കാരം, ആ ധീരതയുടെ മുമ്പിൽ നമസ്കാരം. അവർക്ക് ചരിത്രം ഏൽപ്പിച്ചു കൊടുത്ത നിയോഗം എത്രയും ഭംഗിയായി നിർവഹിച്ച് പിന്നെ മായ്ക്കുവാൻ കഴിയാത്ത ഇവിടെ മുദ്രകൾ, സാംസ്കാരിക മുദ്ര തീർത്ത് ചരിത്രത്തിലേക്ക് നിഷ്ക്രമിച്ച ആ മഹാനുഭാവന്മാരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഹൃദയ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ സസന്തോഷം കൃതജ്ഞതാ നിർഭരമായ മനസ്സോടുകൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം തോപ്പിൽ ഭാസിയെയും കാമ്പിശ്ശേരിയെയും കുറിച്ചുള്ള ഏറെ ആഴവും തീക്ഷ്ണവുമായ വാക്കുകൾ പങ്കുവച്ചതിന് ജയകുമാർ സാറിന് നന്ദി. സർഗസ്മൃതിയിൽ ഇനി സംസാരിക്കുന്നതിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ് സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജ്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. സ്നേഹമുള്ള ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ, ശ്രീ വട്ടപ്പറമ്പിൽ പീതാംബരൻ, ഡോക്ടർ ജി രാജ്മോഹൻ,
ശ്രീ ബൈജു ചന്ദ്രൻ, ശ്രീമതി ഡോക്ടർ ഒലീന, ശ്രീ റോബിൻ സേവ്യർ, എല്ലാവർക്കും സദസ്സിനും നമസ്കാരം. ഞാൻ സംസാരിക്കാൻ വന്ന ആളല്ല. ഞാൻ പ്രമോദ് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാനത് കേൾക്കാൻ വരാം. എനിക്കിഷ്ടമുള്ള മനുഷ്യരെക്കുറിച്ചുള്ള ഓർമ്മകൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. കാരണം എനിക്ക് വായിച്ച് മാത്രം പരിചയമുള്ളൂ. എനിക്ക് നാടകങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ല. നാടകവും വായിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവരൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ സംസാരിക്കാൻ വിളിച്ചു. അപ്പം ഡോക്ടർ ബൈജു ഒക്കെയാണ് സംസാരിക്കേണ്ടിയിരുന്നത്. ഞാൻ കാണുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹം ഇന്ന് ഓഫീസിൽ വർത്താനം പറഞ്ഞ സമയത്ത് ഇന്ത്യയെക്കുറിച്ചായിരുന്നു സംസാരിച്ച പലരും. ഞാൻ സംസാരിച്ചു, മറ്റു പലരും സംസാരിച്ചു. ആ സംസാരത്തിൽ ഇപ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെക്കുറിച്ചും നാടുവാഴുത്ത സംസ്കാരത്തെക്കുറിച്ചും തൊഴിലാളി ചൂഷണത്തെക്കുറിച്ചും അധ്വാനത്തിനനുസരിച്ച് വേതനമില്ലായ്മയെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചുമൊക്കെയാണ് വളരെ കാഷ്വലായ ആ സംസാരം കടന്നുപോയത്. നമ്മുടെ കേരളമാകുന്നതിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയങ്ങളെയൊക്കെ അത് അഭിസംബോധന ചെയ്ത ഒരു രീതിശാസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. 100-ലധികം തിരക്കഥകൾ എഴുതി നിരവധിയായ നാടകങ്ങൾ 20ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ളയാളാണ് തോപ്പിൽ ഭാസി. ശ്രീ കാമ്പശ്ശേരി കരുണാകരനെ ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത് നടനായിട്ട് ഓർക്കാം, പത്രപ്രവർത്തകനായിട്ട് ഓർക്കാം. സമൂഹ മനസ്സിനെ വളരെ വ്യാപകമായ തോതിൽ ജനകീയമായ ഒരു പ്രതിരോധ മുഖം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചവരുടെ ഓർമ്മയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. തോപ്പിൽ ഭാസിയുടെ വാക്കുകൾ ഇന്ന് ഡോക്ടർ പ്രമോദിൻ്റെ കുറിപ്പിനകത്ത് വായിച്ചു. കാമ്പശ്ശേരി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹത്തോടൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കള്ളനാകുമായിരുന്നെങ്കിൽ ഞാനും ഒരു കള്ളനായേനെ. അദ്ദേഹം എഴുത്തുകാരനായും സാംസ്കാരിക പ്രവർത്തകനുമൊക്കെ ആയി നിലനിൽക്കാൻ എന്നെ ചേർത്ത് വെച്ചു. ഞങ്ങളുടെ സൗഹൃദം അങ്ങനെയാണ് എന്നൊക്കെ ആ കുറിപ്പിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. തോപ്പിൽ ഭാസിയുടെ തന്നെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ട് എഴുതുന്നുണ്ട്. നമ്മളുടെ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇതാണ്: സൗഹൃദവും സാഹോദര്യവും. അതോടൊപ്പം തന്നെ അസാധാരണമായിട്ടുള്ള സത്യസന്ധത, സമർപ്പണം, ജീവിതം ത്യജിക്കാനുള്ള സന്നദ്ധത. ഈ ജീവിതങ്ങളിൽ നമ്മൾ കാണുന്ന അതാണ്. പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത അത് തന്നെയാണ്. നമ്മളെ ത്യജിക്കാൻ നമുക്ക് സാധിക്കുക. നമുക്കറിയാം, പ്രസിദ്ധമായിട്ടുള്ള നാടകങ്ങൾ, സിനിമയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നാടകങ്ങൾക്കകത്തുള്ള ഒരു ജീവിതമുണ്ട്. തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് വന്നു, അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവരുടെ കുടുംബം എങ്ങനെയാണ്, ജീവിതം എങ്ങനെയാണ് എന്ന് കഥാപാത്രങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ നിലവിലുള്ള ഒരു കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇടപെട്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന തുറന്ന ബന്ധങ്ങൾ, അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ അനന്തരഫലമായിട്ടുള്ള ജയിൽവാസം, ഇത് ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള സങ്കീർണമായിട്ടുള്ളൊരു ചോദ്യവും കൂടി ഇവർ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു അവസ്ഥ കൂടി ഇവർ പരിവർത്തനോദ്യുതമായ അല്ലെങ്കിൽ ഉദ്യുക്തമായ ഒരു കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അത് വളരെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അതായത് നമ്മൾ വീടകത്ത് നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ തൊഴിലിടത്തിൽ നിന്ന് പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ സഹജീവനത്തിൻ്റെ വിഷയങ്ങൾ, ഇത് പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു 80കളിലും 70കളിലും ഒക്കെ പിന്നീട് അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ തുടക്കം ഇവരുടെ നാടകങ്ങളിൽ കാണാൻ സാധിക്കും. പ്രണയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു സാമൂഹ്യമായ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മൾ പ്രണയത്തെ രണ്ട് വ്യക്തികളുടെ വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു കാമനാ വ്യവഹാരമായിട്ട് കാണുന്നതിന് പകരം പ്രേമം എന്ന് പറയുന്ന ഒരു സമരമാണ്.
അല്ലേ? ഒക്ടോവിയ പ്യാസാണ് എഴുതിയത്, പ്രേമിക്കൽ സമരമാണ്, രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന്. പക്ഷെ പ്രേമം ഒരു സമരമാണെന്ന് മലയാളിയോട് പറഞ്ഞ എഴുത്തുകാരാണ്, അത് ആവിഷ്കരിച്ച ആളുകളുമാണ്. പ്രണയത്തിന് അങ്ങനെ ഒരു സമരമുഖമുണ്ടോ? ഓരോ പ്രണയവും തുറന്നു വയ്ക്കുന്ന, ജാതി വർഗ സാമ്പത്തിക വർഗത്തിന് അതീതമായിട്ട് പ്രണയത്തെ നിർമ്മിക്കുമ്പോൾ ആ പ്രണയം എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ ഒരു രോഗം എങ്ങനെയാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്? മനുഷ്യരുടെ അന്യവൽക്കരണത്തെക്കുറിച്ച് പല രൂപത്തിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ആധുനികതയുടെ എഴുത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ വ്യക്തിക്ക് വ്യക്തിയിലുള്ളതും വ്യക്തിക്ക് സമൂഹമായിട്ടുള്ള അന്യവൽക്കരണത്തിൻ്റെ സ്വഭാവമായിരുന്നു. പക്ഷേ രോഗം എങ്ങനെ അന്യവൽക്കരിക്കുന്നു അല്ലേ? വിഷയമല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. നമ്മളതിനെ വളരെ സ്വാഭാവികമായിട്ട്, നമുക്കിപ്പോൾ ഒരു പകർച്ചവ്യാധി വന്നു, അല്ലെങ്കിൽ വളരെ നമ്മൾ ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ വരുന്നു, നമ്മൾ ആളുകളെ വളരെ സൗകര്യപൂർവ്വം മാറ്റി നിർത്തും അല്ലെ, ഒഴിവാക്കി. അതിനകത്തൊരു അസ്വാഭാവികത എന്ന് തോന്നില്ല. പക്ഷെ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ്, രോഗം എങ്ങനെയാണ് ഇന്നലെ വരെ വേണ്ടപ്പെട്ടോ ഇന്നലെ വരെ പ്രിയപ്പെട്ടതായിരിക്കുന്ന ഒന്ന് രോഗം മൂലം എങ്ങനെയാണ് അന്യവൽക്കരിക്കപ്പെടുക? അപ്പോൾ ഇവർ വിപ്ലവത്തെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, പലതരത്തിലുള്ള ജീവിത ഇടങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വിപ്ലവം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സമരങ്ങളോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇടങ്ങൾ, വീടകങ്ങൾ, രോഗത്തിൻ്റെ വ്യവഹാര മണ്ഡലം, ഇതൊക്കെയും മാനവികതയുടെ ഇടമാക്കുന്ന ഒരു വലിയ റീഡിംഗ് പ്രോസസ്സ് മലയാളിയുടെ മുന്നിലേക്ക് വെച്ചു എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയും ഉണ്ട് സമൂഹത്തെ വായിക്കുന്നത്. ഈ പലതും വളരെ സ്വാഭാവികമായി സിക്ക് റൂമിലേക്ക് മാറ്റുക. പണ്ട് തൊഴിലാളി ലായങ്ങളിലൊക്കെ ചീക്ക് പെരയിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അവർ മരിച്ചാലും ചത്താലും അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൈയൊഴിയലിൻ്റെ ഒരു സാധനമുണ്ട്. മികച്ച നടിമാരിലൂടെ നടന്മാരിലൂടെയും മലയാളി സമൂഹം ഇത് ഏറ്റെടുക്കുകയും അവർ ഉന്നയിച്ച വിഷയങ്ങളോട് ജനാധിപത്യമായ രീതിയിലും ചില വളരെ യാഥാസ്ഥിതികർ ഇവരെ വളരെ അപായപ്പെടുത്താനും ഒക്കെ ഉള്ളത്. എനിക്കൊന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുടെ ചരിത്രം തന്നെ കേരളീയ സമൂഹത്തിൻ്റെ യാഥാസ്ഥിതികതയുടെ ചരിത്രം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അവതരണത്തിൻ്റെ ചരിത്രം, അതിനൊരു ടെക്സ്റ്റ് പോലെ തന്നെ അവതരണത്തിനും ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററി നമ്മളുടെ യാഥാസ്ഥിതികത്വത്തെ എങ്ങനെയാണ് മലയാളി നോക്കിക്കണ്ടതെന്നുള്ള വഴിയാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് കാമ്പശ്ശേരി ഉള്ള ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഉള്ളത് ബാലയുഗം വായിച്ച ഒരു ചെറിയ പെൺകുട്ടിയാണ്. എനിക്ക് തോന്നുന്നത് ജനയുഗം പോലും അല്ല, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു മാസികയിൽ നിന്നാണ് പിൽക്കാലത്ത്, അന്ന് എനിക്ക് അതിൻ്റെ വില പോലും അറിയില്ല, നമ്മൾ പിന്നീട് ഈ പേര് പോലും പരിചയപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചരിത്രത്തോടൊപ്പം നടക്കുമ്പോൾ പലപ്പോഴും ചരിത്ര പുരുഷന്മാരെ അല്ല ചരിത്ര വനിതകളെ തിരിച്ചറിയാറേ ഇല്ല. അതെല്ലാം നാടിനുമുള്ളൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രഖ്യാതയായ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ അറിയുകയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. മറവി എന്ന് പറയുന്നത് ചരിത്രപരമായ മറവിയുണ്ട്, വ്യക്തിപരമായിട്ടുള്ള മറവിയുണ്ട്. വ്യക്തിപരമായ മറവി ചിലപ്പോൾ രോഗമാകാം, പക്ഷെ സമൂഹത്തിന് ബാധിക്കുന്ന മറവി രോഗത്തെ മാറ്റി നിർത്താനാണ് ഇവിടെ ഇന്ന് ഭാരത് ഭവനും വയലാർ സാംസ്കാരിക വേദി അല്ലേ ചലച്ചിത്ര അക്കാദമിയും എല്ലാം ശ്രമിക്കുന്നത്. ഈ മറവിക്കുണ്ട്. നമ്മൾ ഈ നെരുദയുടെ ഒരു കവിത, വലിയ നീണ്ട കാവ്യത്തിനകത്തതാണ്, ചരിത്രം ഒരു ഘട്ടത്തിൽ നിന്ന് വേറൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ മണ്ണ് വീണ് പോവാണ്. പല അടരായിട്ട് മറവിയുടെ ഒരു ലോകം ഉണ്ടാകുകയാണ്. പക്ഷെ ഒരു ഭാഗം കുഴിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും താഴേക്ക് കുഴിക്കുമ്പോൾ പേരുകൾ ഇങ്ങനെ മാറിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം. നമ്മൾ എല്ലാം ഓൾ ഈസ് വെൽ വളരെ വിഖ്യാതമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഫിലോസഫി തന്നെയാണ്. പക്ഷെ എല്ലാം നല്ലതാണ് എന്ന് പറയുന്നതിന് മുമ്പ് എല്ലാം നല്ലതല്ലാത്ത കാലം, നിങ്ങൾ ജീവിക്കുന്നത് നല്ലതല്ലാത്ത വഴിയിലാണ്, നിങ്ങൾ പിന്തുടരുന്നത് നല്ലതല്ലാത്ത പ്രത്യയശാസ്ത്രമാണ്, നിങ്ങളുടെ പ്രണയം നല്ലതല്ലാത്ത വഴിയിലൂടെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്നേഹബന്ധങ്ങൾ, സാമ്പത്തികമായ നിങ്ങളുടെ വ്യവഹാരങ്ങൾ, മനുഷ്യബന്ധങ്ങൾ, ഇതിലൊക്കെ നല്ലതല്ലായ്മയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് തരാനും അതിനെ ജനകീയമാക്കാനും സാധിച്ച
അതിനുവേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ചു. നമുക്കിന്ന് പറഞ്ഞിട്ട് അവർ ഒളിവിൽ പോയി അല്ലെങ്കിൽ അവർ മർദ്ദനമേറ്റു എന്ന് പറയുമ്പോൾ അതൊരു വെറും ഒരു വാക്ക് മാത്രമല്ല. അതിനകത്ത് വ്യഥയുടെ, ചോരയുടെ, കണ്ണീരിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, ചില സമയത്ത് അസാധാരണമായിട്ടുള്ള നിസ്സഹായതയുടെ ഒക്കെ അംശവും കൂടി ചേർന്നിട്ടാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അനുഭവങ്ങൾ അനുഭവിച്ചവരിൽ നിലനിൽക്കുന്നത്. ഇത് തിരിച്ചറിയാൻ ഓർമ്മകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കാണുന്നത്. മെമ്മറി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കാൽപ്പനിക ഭംഗിയുള്ള ഒന്നായിട്ടാണ് കാണുക. അത് കാൽപ്പനികതയ്ക്കപ്പുറം ഓർമ്മയ്ക്ക് എനിക്കൊന്ന് TV ചന്ദ്രൻ്റെ സിനിമയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. എപ്പോഴാണ് ഒരിടത്തൊരു രാഷ്ട്രീയം ഉണ്ടാകുന്നത്? നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന അസമതകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, ആധിപത്യ വിധേയത്വ ചൂഷണ ബന്ധങ്ങളെ നമ്മൾ തിരിച്ചറിയുന്ന ഇടത്ത് മാത്രം അത്തരം ഒരു പ്രക്രിയയിൽ പൊളിറ്റിക്സ് ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഓർമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാനും അതിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഈ രണ്ട് ഇതിഹാസ പുരുഷന്മാരെ സ്മരിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു KPAC എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ദൂരദർശന്റെ മുൻ പ്രോഗ്രാം ഡയറക്ടറുമായ ശ്രീ ബൈജു ചന്ദ്രനെ. വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് എന്നെപ്പോലെ പഴയ കാല ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാൾ. ഇവിടെ ടീച്ചർ പറഞ്ഞു നടത്തിയതാണ്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രശസ്തമായ കക്കാടിൻ്റെ കവിതയിലെ വരി, പിന്നീട് TV ചന്ദ്രൻ സിനിമയാക്കാൻ ഉപയോഗിച്ച ആ ടൈറ്റിൽ ഞാനെപ്പോഴും ഒരു ആപ്തവാക്യമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ്. നമുക്ക് ഓർമ്മകളില്ലാതെ സ്മൃതിനാശം സംഭവിക്കുന്ന ഒരു സമൂഹമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സ്മൃതി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ മറന്നു പോകുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു കടമ സ്വമേധയാ ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പലപ്പോഴും ഇത്തരം പഴയ കാര്യങ്ങൾ എഴുതാൻ എന്നെ ഇവിടെ ആദ്യം പ്രമോദ് പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം, പഴയ കാര്യങ്ങൾ എഴുതാൻ, പ്രത്യേകിച്ച് ജയകുമാർ സാർ ഒളിവിലെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞു. ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള പുസ്തകം വായിച്ച്, അല്ലാതെ മാർക്സിസം ലെനിനിസവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒന്ന് വായിച്ചിട്ടൊന്നുമല്ല ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരായതും ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ ചെന്ന് ചേർന്നതുമൊക്കെ. ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള ഒരൊറ്റ പുസ്തകമായിരുന്നു എൻ്റെയൊക്കെ ഒരു വേദപുസ്തകമായി കണ്ടത്. അതെഴുതിയത് തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി എന്നുള്ള വ്യക്തി, കാമ്പശ്ശേരി കരുണാകരൻ എന്നുള്ള വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ പരിചയമുള്ള പേരുകൾ മാത്രമല്ല, നേരിട്ട് കാണുന്ന രണ്ട് വ്യക്തികൾ കൂടിയായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊരു പത്രപ്രവർത്തകനായിരുന്നു, കാമ്പശ്ശേരി കരുണാകരൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരെയൊക്കെ കണ്ട് അവരുടെ മക്കളും അങ്ങനെ ഒരു പരസ്പരം ഇടപഴകിയ ഒരു ജീവിതമായിരുന്നു, എൻ്റെ ബാല്യകാല ജീവിതമായിരുന്നു ഞങ്ങളുടെയൊക്കെ. ഇവരൊക്കെ ഇത്രയും വലിയ ആളുകളാണ്. വളരെ ആ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ കേരളത്തിന്, സമൂഹത്തിന് നൽകിയവരാണ് എന്നൊന്നും തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല അത്. പക്ഷേ വളരെ കുട്ടിക്കാലത്ത് തന്നെ ജനൈകം വാരിക വായിക്കുക, കാമ്പശ്ശേരി കരുണാകരൻ്റെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഇന്നും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ ജനിച്ചതിനൊരു 10 വർഷം മുമ്പുള്ള ഒരു പ്രസിദ്ധീകരണം വായിക്കാനാണ്, ഇപ്പോൾ ഇറങ്ങുന്ന പ്രസിദ്ധീകരണം വായിക്കാനല്ല. അപ്പോൾ ഞാനൊരു പക്ഷേ ജനൈകം വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം വായിച്ചത് 1959 ഞാൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പേ പുറത്തിറങ്ങിയ 1959 ജനൈകം വാരികയിൽ വന്ന ഒളിവിലെ ഓർമ്മകൾ ആണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി എന്നുള്ള ചെറുപ്പക്കാരൻ കമന്ന് കിടന്നൊരു പുസ്തകം വായിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെയാണ് ഞാൻ ആദ്യം തോപ്പിൽ ഭാസിയുടെ പടം കാണുന്നത്. അന്ന് കാമ്പശ്ശേരി കരുണാകരനല്ല അതിൻ്റെ പത്രാധിപർ. കഴിഞ്ഞ വർഷം കാമ്പശ്ശേരി കരുണാകരൻ്റെയോടൊപ്പം ജന്മശതാബ്ദി ആഘോഷിച്ച അല്ലെങ്കിൽ ആചരിച്ച ജനൈകം ഗോപി എന്നറിയപ്പെടുന്ന N ഗോപിനാഥൻ നായരായിരുന്നു അന്ന് പത്രാധിപർ. അതിനുശേഷമാണ് കാമ്പശ്ശേരി കരുണാകരൻ അതിൻ്റെ പത്രാധിപരായത്. എൻ്റെ അച്ഛൻ ആ സമയത്ത് ജനൈകം വാരികയിലെ ജനയത്തിലെ ഒരു സഹപത്രാധിപരായിരുന്നു.
അപ്പം ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പഴയ ജനൈകം അത് വായിക്കലായിരുന്നു എൻ്റെ ഒരു 8 വയസ്സ് 9 വയസ്സ് 6 വയസ്സ് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ കാലം മുതൽ തന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വിനോദം. അങ്ങനെയാണ് ഒളിവിലെ ഓർമ്മകൾ അന്ന് വായിക്കുന്നത്. ഒളിവിലെ ഓർമ്മ, ജനൈകം വാരികയിൽ വരുന്ന മറ്റ് നോവലുകൾ, ഇവിടെ ജയകുമാർ സാർ പറഞ്ഞ പോലെ ബിമൽ മിത്രയുടെ നോവലുകൾ വിലയ്ക്ക് വാങ്ങും. ഇപ്പോഴും ഞാൻ ഏറ്റവും അടുത്ത എൻ്റെ മൂത്ത സഹോദരനെ പോലെ ഏതാണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു 2 മണിക്കൂറെങ്കിലും നിരന്തരം ചിലവഴിക്കുന്ന ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്കും പ്രമോദിനും വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാലും അതിന് സമ്മതിച്ചില്ല. കാര്യം കാമ്പശ്ശേരി കരുണാകരനെ അടുത്തറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആകെ ഒരാൾ ആർട്ടിസ്റ്റ് ഗോപാലിനാണ്. അദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു അവാർഡ് പോലും ലളിതകല അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ കൊടുത്തിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട 2 സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ലളിതകല അക്കാദമിയോട് ഞാൻ പലതവണ അവരുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴും അതത്ര കാര്യമായി അവർ പരിഗണിച്ചില്ല. അദ്ദേഹം വരയുടെ രാവണനോ മഹാബലിയൊന്നും ആയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കാമ്പശ്ശേരി കരുണാകരൻ അവതരിപ്പിച്ച ഒരാളാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. അദ്ദേഹം അവതരിപ്പിച്ച ഒരുപാട് പേർ മലയാള സാഹിത്യത്തിലും മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും പിന്നീട് മഹാമേരുക്കളായി വളർന്നു. വലിയ വലിയ എഴുത്തുകാരായി, വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകരായി, സാംസ്കാരിക പ്രവർത്തകരായി. കാമ്പശ്ശേരി കരുണാകരൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചുരുക്കമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതൊക്കെ കുറുക്കി കൊള്ളുന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും, അദ്ദേഹത്തിൻ്റെ അഭിനയ ചിന്തകൾ എന്നുള്ള പുസ്തകം ഒരുപക്ഷെ മലയാളത്തിൽ നാടകരംഗത്തും സിനിമാ രംഗത്തും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം വായിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് അഭിനയ ചിന്തകൾ എന്നുള്ള പുസ്തകം. പിന്നെ അദ്ദേഹം എഴുതിയ ഹാസ്യരസപ്രധാനമായ ഒരു നോവൽ, അദ്ദേഹത്തെയും തോപ്പിൽ ഭാസിയെയും അളിയനും എന്ന് വിശേഷിപ്പിക്കുന്ന, വളരെ കുട്ടിക്കാലം മുതൽ 2 വയസ്സിൻ്റെ പ്രായവ്യത്യാസം മാത്രമേ ഉള്ളെങ്കിലും ആത്മസഹോദരന്മാരെ പോലെ, ഇവിടെ പറഞ്ഞ മാതിരി കാമ്പശ്ശേരി എഴുത്തുകാരനായതുകൊണ്ട് ഞാൻ എഴുത്തുകാരനായി, അദ്ദേഹം ഒരു കള്ളനായിരുന്നെങ്കിൽ ഞാൻ കള്ളനായനെ എന്ന് തോപ്പിൽ ഭാസി കാമ്പശ്ശേരിയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. അത്രയധികം ഒരു ആത്മബന്ധം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള രംഗങ്ങളായതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അവർ തമ്മിലുള്ള സൗഹൃദം. ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു വലിയ ഈ വർഷം തന്നെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന മറ്റൊരു വ്യക്തി ആ സൗഹൃദ സദസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കെ ബാലകൃഷ്ണൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം എഴുതിയ ആ സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൂനന്ദപരമവും പൂനാകേശവനും എന്നുള്ള ആക്ഷേപഹാസ്യത്തിലോ അല്ലെങ്കിൽ ആത്മഹാസ്യത്തിലോ ആത്മനിരൂപണത്തിലോ ആത്മവിമർശനത്തിലോ ഒക്കെ അധിഷ്ഠിതമായ ഒരു സറ്റയർ പുസ്തകം, അല്ലെങ്കിൽ അദ്ദേഹം സിനിമയെക്കുറിച്ചും കാണാത്ത സിനിമ എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം, കണ്ടതും കേട്ടതും, അങ്ങനെ ഒരുപാട് വളരെ കുറച്ചു മാത്രമേ ഉള്ളെങ്കിലും എഴുതിയതൊക്കെ വളരെ കാമ്പുള്ള പുസ്തകങ്ങളായിരുന്നു കാമ്പശ്ശേരിയുടെ. കാമ്പശ്ശേരി വലിയ വലിയ പ്രസംഗങ്ങളിലോ വലിയ എഴുത്തിലോ നീണ്ട എഴുത്തിലോ ഒന്നും വിശ്വസിച്ച ആളായിരുന്നില്ല. പക്ഷേ അദ്ദേഹം മലയാള പത്രപ്രവർത്തനത്തിന് സംഭാവന ചെയ്തത്, മലയാള സാഹിത്യത്തിനും സാംസ്കാരിക രംഗത്തിനും സംഭാവന ചെയ്തത് ചെറിയ നിസ്സാരമായ കാര്യമായിരുന്നില്ല. ജനൈകം വാരിക എന്ന് പറയുന്ന ഇന്നും ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ നൊസ്റ്റാൾജിയയിൽ, ഞങ്ങളുടെയൊക്കെ ഓർമ്മകളിൽ ഇപ്പോഴും ഒരു വലിയ ഒരു വികാരമായി നിറഞ്ഞു നിൽക്കുന്നത് കാമ്പശ്ശേരി കരുണാകരൻ്റെ പത്രപ്രവർത്തനം കൊണ്ട് മാത്രമാണ്. കാമ്പശ്ശേരി കരുണാകരൻ നാടകത്തിൽ അഭിനയിക്കുന്ന എനിക്ക് കാണാനായിട്ട് വന്നിട്ടുള്ള 1975 KPSCയുടെ രജത ജൂബിലിക്ക് കായംകുളത്ത് വെച്ച് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി 2ാമത് അവതരിപ്പിക്കുമ്പോൾ പഴയ ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് അരങ്ങേറിയപ്പോൾ അദ്ദേഹം പരമപിള്ളയായി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് തോപ്പിൽ ഭാസി അവരോടൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകം 2ാമത് അവതരിപ്പിക്കുമ്പോൾ അത് നടത്താൻ വേണ്ടി അക്ഷമനായി വളരെ ഒരു നാടകത്തിൻ്റെ സംവിധായകൻ്റെ എല്ലാ ടെൻഷനോടും കൂടി നിൽക്കുന്നതൊക്കെ ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ തോപ്പിൽ ഭാസിയെ നമ്മളൊരു നാടകകൃത്തായി മാത്രം, അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനായി മാത്രം, തിരക്കഥാകൃത്തായി മാത്രം, ആ ഒരു കള്ളികളിൽ മാത്രം ഒതുക്കേണ്ട ഒരാളല്ല അദ്ദേഹം. ശരിക്ക് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം രൂപപ്പെടുത്തിയ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഇപ്പോൾ സംഗീത അക്കാദമി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു പേര്, അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയൊരു മാറ്റം വരുത്തിയ, ചരിത്രത്തെ കൈപിടിച്ച് നടത്തിയ ഒരാൾ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തെ കൈപിടിച്ച് നടത്തിയ ഒരാളായിട്ടാണ് ഞാൻ തോപ്പിൽ ഭാസിയെ കാണുന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരൊറ്റ നാടകം കൊണ്ട് 1987 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരാൻ ആ ഒരു നാടകവും അതിലെ കഥാപാത്രങ്ങളും പരമപിള്ളയും മാലയും കറമ്പനും അതുപോലെ തന്നെ അതിൽ
കെ എസ് ജോർജും സുലോചനയും പാടിയ പാട്ടുകൾ, ഒ എൻ വി കുറുപ്പും ദേവരാജനും കൂടി ഒരുക്കി ജോർജും സുലോചനയും കൂടി പാടിയ പാട്ടുകൾ, അതിനകത്ത് അഭിനയിച്ച നിരവധി ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു അതിനുണ്ടാക്കിയ ഒരു അരങ്ങൊരുക്കലാണ് 1987 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരാൻ നിമിത്തമായത്. അതുമാത്രമല്ല, അതിനുശേഷം അദ്ദേഹം എഴുതിയ നാടകങ്ങളെല്ലാം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും KPSC അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയനായ പുത്രൻ ഉൾപ്പെടെ പുതിയ ആകാശം, പുതിയ ഭൂമി, അല്ലെങ്കിൽ ലോകം ഒരു കുറ്റമാണോ എന്നൊരു ചോദ്യത്തിൽ നിന്ന് ഉയർക്കൊണ്ട അശ്വമേധം എന്നുള്ള നാടകം, തുലാഭാരം എന്നുള്ള വളരെ പ്രശസ്തമായ, പിന്നീട് സിനിമയിൽ ശാരദയ്ക്ക് ഉർവശി അവാർഡ് നേടിക്കൊടുത്ത, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ അതിൽ നായികയായിട്ട് അഭിനയിച്ച് അരങ്ങെത്തുന്ന KPSC ലീല ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ നാടകവും ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളെ ഏറ്റെടുത്ത് അത് പുനരാവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു നിയോഗമാണ് തോപ്പിൽ പാസി ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാടകമായ ഒളിവിലെ ഓർമ്മകൾ വരെ. ഒളിവിലെ ഓർമ്മകൾ വളരെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ നാടകമാക്കുന്നത് ആദ്യമായിട്ടാണ്. ആത്മകഥ എപ്പോഴും ഒരു നായകൻ, ഒരു കേന്ദ്ര കഥാപാത്രമായി ഒരാൾ നിറഞ്ഞു നിൽക്കുന്ന നാടകമാണ്, പുസ്തകമാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഞാനായിരിക്കും അതിനകത്ത് എപ്പോഴും, ഞാൻ എന്നെക്കുറിച്ച് ആണ് പറയുന്നത്. തോപ്പിൽ പാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള ഓർമ്മ പുസ്തകത്തിലാകട്ടെ, പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് എഴുതിയ നാടകത്തിലാകട്ടെ, ഞാൻ അല്ല മുൻപിൽ വരുന്നത്. എന്നെ ഞാനാക്കിയ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മനുഷ്യർ, സാധാരണ മനുഷ്യർ. ഒളിവിലെ ഓർമ്മകൾ നാടകത്തിൽ ഇപ്പോൾ KPSC അത് 2ാമത് അവതരിപ്പിക്കാൻ വേണ്ടി ഉള്ള റിഹേഴ്സലും മറ്റൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തോപ്പിൽ പാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ KPSC കേരളത്തിന് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിഭവം എന്ന് പറയുന്നത് ഒളിവിലെ ഓർമ്മകളാണ്. അപ്പോൾ അതിനകത്ത് ആ പുസ്തകത്തിൽ തന്നെ പേര് പറയുന്ന ഒട്ടേറെ നേതാക്കളുണ്ട്. MN ഗോവിന്ദൻ നായരിൽ തുടങ്ങി ശങ്കരനാരായണൻ തമ്പി, പുതുപ്പള്ളി രാഘവൻ, ഇങ്ങനെ നിരവധി നേതാക്കളെക്കുറിച്ച്, EMS നമ്പൂതിരിപ്പാട്, AK ഗോപാലൻ, ഇങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അവരാരും നാടകത്തിൽ വരുന്നില്ല. നാടകത്തിൽ വരുന്നത് മുഴുവൻ ചേലക്കോട്ടയത്ത് കുഞ്ഞിരാമൻ, നടവടക്കതിൽ പരമു നായർ, ഗോപാലപിള്ള, ഇങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ, അതിൽ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയവർ, ശൂരനാട് സംഭവത്തിൻ്റെ ബാക്കിപത്രമായി കേരള സമൂഹത്തിൽ അവശേഷിച്ചവർ, ഇങ്ങനെ കുറേ പേരാണ് അതിലെ നായകന്മാരായി. ചേന്നൻ പുലയൻ, അയാളുടെ മകൻ തേവൻ, ഇങ്ങനെ ഒരു പറ്റം കഥാപാത്രങ്ങൾ, മണ്ണിൻ്റെ എല്ലാ ഒരു സംസ്കാരം ഉൾക്കൊണ്ട കുറേ കഥാപാത്രങ്ങളാണ് നാടകത്തിലെ കഥാപാത്രങ്ങളായി അരങ്ങത്ത് വരുന്നത്. തോപ്പിൽ പാസി അതിനകത്ത് വരുന്നത് ഒരു ബീഡിക്കുട്ടിയുടെ വെളിച്ചത്തിലാണ്. ഒരു ബീഡിക്കുട്ടിയുടെ വെളിച്ചം പോലെ ഇരുട്ടത്ത് ഒരു കുടിലിനകത്തോട്ട് കയറിപ്പോകുന്ന മനുഷ്യരൂപമായിട്ടാണ് തോപ്പിൽ പാസി അതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു ശബ്ദ സാന്നിധ്യമായിട്ടാണ്. അങ്ങനെ ഒരു നാടകം മലയാളത്തിൻ്റെ നാടക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്, അല്ലെങ്കിൽ ആദ്യമാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹംസഗീതം. അത് എഴുതി 6 മാസത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം 1992 ഡിസംബർ 6 എന്ന് പറയുന്നത് ഏറ്റവും അഭിശപ്തമായ, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിശപ്തമായ ദിവസം. ആ ദിവസത്തിൽ നടന്ന സംഭവത്തിനെ ചൊല്ലി ഒരു മതേതരത്വത്തിനേറ്റ വലിയൊരു ക്ഷതം സംഭവിച്ച ആ ദിവസത്തിന് ശേഷം അതിൻ്റെ ആഘാതത്തിൽ, അതിൻ്റെ 2ാമത്തെ ദിവസം ഹൃദയാഘാതം സംഭവിച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. എക്കാലത്തും മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ, ജാതിമത വർഗീയ ശക്തികൾക്കെതിരെ എൽക്കാലത്തും പോരാടിയ മനുഷ്യൻ, ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം KPSC അവതരിപ്പിച്ചപ്പോൾ എന്താണ് നേരിട്ടത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതത്ര ഒരു പഴയ സംഭവമൊന്നുമില്ല. 1982 ആ സംഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളിലൂടെ ശക്തമായ പ്രഹരം ഏൽപ്പിച്ച, ജാതിമത ശക്തികളുടെ മുഖത്ത് ശക്തമായി പ്രഹരം ഏൽപ്പിച്ച ഒരു മനുഷ്യൻ വിട പറയാൻ തിരഞ്ഞെടുത്ത ദിവസം 1992 ഡിസംബർ 8 തീയതി ആണ് എന്നുള്ളത് തികച്ചും നാടകീയമായി തീർന്ന ഒരു കാര്യമാണ്. ഇതാണ് തോപ്പിൽ പാസിയെക്കുറിച്ചും കാമ്പശ്ശേരിയെക്കുറിച്ചും പറയുമ്പോൾ ഒരുപാട് പറയാൻ ഉള്ള ഓർമ്മകൾ ധാരാളമുണ്ടെങ്കിലും ഞാൻ ഓർക്കുന്നത്, ഞാൻ അവസാന കാലത്തൊരിക്കൽ ഞാനും പിൽക്കാലത്ത് സിനിമയിലും നാടകത്തിലൊക്കെ നാടകത്തിലൂടെ വന്ന് സിനിമയിൽ വളരെ പ്രശസ്തനല്ലെങ്കിലും അത്രയൊന്നും പ്രശസ്തനല്ലെങ്കിലും ഒരു പ്രമുഖനായ ഒരു അഭിനേതാവും എഴുത്തുകാരനുമൊക്കെ ആയ P. ബാലചന്ദ്രൻ, ഞങ്ങളൊക്കെ ബാലേട്ടൻ എന്ന് വിളിക്കും. ഞങ്ങൾ രണ്ടും കൂടെ അദ്ദേഹത്തെ കാണാൻ പോയി, പാസി ആശാനെ കാണാൻ പോയി. കുറേ നേരം അടുത്തിരുന്ന് സംസാരിച്ചതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ ബാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ ഒരു ഓണാട്ടുകര ഭാഷയിൽ, എടാ ഉവ്വേ, നമ്മളോട് ഇങ്ങനെ ഇത്രയും വലിയ വിനയവും ഒക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ എന്ത് വിനയത്തോടെയാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്.
ഒറ്റക്കാല് മാത്രമുള്ള തോപ്പിൽ പാസി ഞങ്ങൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് അടുത്തിരുത്തി വളരെ വിനയത്തോടെ എന്നെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള ഒരു ചെറിയ പരിചയമുണ്ട്. ബാലേട്ടനെ നാടകകാരൻ എന്നുള്ള ആ ഒരു ബഹുമാനം കൊടുത്ത് വളരെയധികം ബഹുമാനത്തോടെ അദ്ദേഹം പറയുകയും ചെയ്തു. പ്രമോദൊക്കെ പഠിച്ച സ്കൂൾ ഓഫ് ഡ്രാമയിൽ തോപ്പിൽ ഭാസി ഒന്നും കാര്യമായ പാഠ്യ വിഷയമേ ആയിരുന്നില്ല. അത് ബാലേട്ടൻ വളരെ കുറ്റബോധത്തോടെ എന്നോട് പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിച്ചത് സായിപ്പന്മാരുടെ നാടകങ്ങളെക്കുറിച്ചും പിന്നെ അവിടുത്തെ അധ്യാപകർ ചിലരെ തിരഞ്ഞെടുത്ത് അവരുടെ നാടകങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലാതെ തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന പഠന വിഷയമാക്കുന്ന ഒരു കാര്യം പോലും സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സ്ഥാപനങ്ങളിൽ ചെയ്തില്ല. ഇതിനാണ് നമ്മൾ ഓർമ്മയെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ മറവിയുടെ മഹാരോഗമായ മറവിയെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഞാൻ യാദൃശ്യമായി ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം കേരളത്തിലെ മലയാളത്തിലെ ഒരു വളരെ കടുത്ത ബുദ്ധിജീവിയുള്ള ഒരാളായിട്ടുള്ളൊരു മനുഷ്യൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം ഇന്നത്തെ ദിവസം ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ നോക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ദിവസമായി അദ്ദേഹം കണ്ടെത്തിയത് കുമാരസംഭവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുമാർ ഗന്ധർവയുടെ ജന്മദിനമാണത്രേ ഇന്ന്. കുമാർ ഗന്ധർവയുടെ ജന്മദിനമാണ് അദ്ദേഹം ഇന്ന് കണ്ടെത്തി എഴുതുന്നതും പോഡ്കാസ്റ്റ് ചെയ്യുന്നതും. തോപ്പിൽ ഭാസിയെ കുറിച്ച് എഴുതുന്നത് എന്തോ നാണക്കേടാണ്. ബുദ്ധിജീവികൾക്ക് പറഞ്ഞിട്ടുള്ള അല്ല അതൊന്നും. എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുകയാണ്. ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞ ആഴ്ച ആ പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു ചർച്ച നടത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഒലീന ഇവിടെ വളരെ ആഴത്തിൽ ആ പുസ്തകത്തിനെ വിശകലനം ചെയ്ത് സംസാരിച്ചു. പക്ഷേ ജീവിത നാടകം എന്ന് പറയുന്ന KPSC സുലോചനയുടെ ജീവിതത്തെ ആധാരമാക്കി തോപ്പിൽ ഭാസി ഉൾപ്പെടെയുള്ള പ്രശസ്ത നാടക രംഗത്തെ പ്രശസ്തരൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ആ പുസ്തകത്തിന് കേരളത്തിലെ ബുദ്ധിജീവികളുടെ ഇടയിൽ നിന്ന് സംഭവിച്ച അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രതികരണം, ഈ പറഞ്ഞ വ്യക്തി ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ എങ്ങനെയാണ് അതിനോട് കാണിച്ചതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അതായത് നിങ്ങൾ തോപ്പിൽ ഭാസിയെ പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിൽ ഒരു എന്താ പറയണ്ടേ, ഒരു സമൂലം ഒരു വലിയ മാറ്റം വരുത്താൻ മുൻകൈയെടുത്ത ഒരു മനുഷ്യനെ പാടെ മറന്നുകൊണ്ട് കുമാർ ഗന്ധർവയെക്കുറിച്ച് എഴുതുക, സംസാരിക്കുക എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ എന്താ പറയണ്ടേ ഏറ്റവും കുറ്റകരമായ മറവി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുറ്റകരമായ മറവി മലയാളി ചെയ്യുന്നിടത്തോളം കാലം നമ്മളെല്ലാവരും എന്താ പറയണ്ടേ ഈ ഒരു കുറ്റബോധം പേറി നടക്കേണ്ട ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നു. തോപ്പിൽ ഭാസിക്കോ കാമ്പശ്ശേരിക്കോ പത്മശ്രീ പോലുള്ള ബഹുമതികൾ കിട്ടിയിട്ടില്ല. കാര്യമായ അവർക്ക് വെച്ച് നീട്ടിയ താമ്രപത്രം അവർ സ്വീകരിച്ചില്ല. കാര്യം അവർക്ക് താമ്രപത്രം കൊടുക്കാൻ നിയുക്തനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഞാൻ പറയാം, CM സ്റ്റീഫൻ എന്ന് പറയുന്നത് അവരോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും സർ CP വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തുപോയി പഠനം തുടർന്ന ആളാണ്. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം തിരിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നു, മന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെ ആയി. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ തോപ്പിൽ ഭാസിക്കും കാമശ്ശേരിക്കൊക്കെ താമ്രപത്രം കൊടുക്കാൻ 1972. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, അളിയ നമുക്ക് ഇയാളുടെ ഇന്ന് വാങ്ങിക്കണോ? വേണ്ട എന്നവർ തീരുമാനമെടുത്തു. അങ്ങനെ പോയി അവർ രണ്ടുപേരും വാങ്ങിക്കണ്ടാന്ന് തീരുമാനിച്ചു. മരിക്കുന്നവരെ അവർ വാങ്ങിച്ചില്ല, പെൻഷനും വാങ്ങിച്ചില്ല. അതാണ് തോപ്പിൽ ഭാസി, അതാണ് കാമ്പശ്ശേരി കരുണാകരൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഓർക്കാൻ ഇപ്പോൾ ഇന്ന് പ്രമോദ് മുൻകൈ എടുത്ത് ഇന്നിവിടെ ഇതൊരു സംഘടിപ്പിച്ച ഒരു ചെറിയ സദസ്സാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിലും തീർച്ചയായും നമ്മൾ കാണാൻ പോകുന്നു തോപ്പിൽ ഭാസി തിരക്കഥ എഴുതിയ സിനിമകൾ. അവസാനത്തെ ദിവസവും തീർച്ചയായിട്ടും തോപ്പിൽ ഭാസിയുടെയും കാമ്പശ്ശേരിയുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇതിൽ പങ്കെടുത്ത് 2 വാക്ക് പറയാൻ എനിക്ക് അവസരം തന്നതിന് തോപ്പിൽ ഭാസിയെയും കാമ്പശ്ശേരിയെയും എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി, നമസ്കാരം. നന്ദി സർ. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞിരുന്ന വീടിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ വീട്ടിലെ ഒരു അംഗം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. കേരള സാക്ഷരതാ മിഷൻ ഡയറക്ടർ കൂടിയായ പ്രൊഫസർ AG ഒലീന സർഗസ്മൃതിയിൽ സംസാരിക്കുന്നതിനായി സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. വേദിയിൽ ഒപ്പമുള്ള ഏറ്റവും ആദരണീയരും പ്രിയപ്പെട്ടവരും ആയിട്ടുള്ള ഒരു ബൈചേട്ടനടക്കം മ്യൂസ് കൂട്ടുകാരിയാണ്, രാജ്മോഹൻ സാറിനെ അറിയും, എല്ലാവരും കൂട്ടാണ്. ഒട്ടും തന്നെ എത്താൻ പറ്റുമെന്ന് വിചാരിക്കാത്ത നെട്ടോട്ടമുള്ള ദിവസമാണ്. പക്ഷേ എനിക്കിന്ന് വന്നേ കൂടൂ എന്നുള്ള നിർബന്ധമുണ്ട്. ഈ 2 ആൾ തോപ്പിൽ ഭാസിയും കാമ്പശ്ശേരി കരുണാകരനും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ
എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും എന്താണെന്ന് മ്യൂസ് അടക്കം പറഞ്ഞു കഴിഞ്ഞു. വ്യക്തി എന്ന നിലയിൽ നമ്മളൊക്കെ എന്തെങ്കിലും ആകാൻ വളരെ ചെറുപ്പത്തിലേ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ദൈനംദിനം ഒരുപക്ഷെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ വിചാരിക്കുന്നത് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം പോലും പറയാതെ ഒഴിവാക്കാൻ പറ്റാത്ത പേരുകളായിരുന്നു ഇവരൊക്കെ. തോപ്പിൽ ഭാസിയും കാമ്പശ്ശേരിയുമൊക്കെ വീട്ടിലെ ആളുകളെ മാതിരി. അപ്പോൾ അച്ഛൻ ഞങ്ങൾ മക്കളെ പേര് വിളിക്കുന്നത് പോലെ അതിൻ്റെ കൂടെ ചില പേരുകളും ഉണ്ട്. അങ്ങനെ അവസാനിക്കുന്നില്ല, അതൊരു ചങ്ങലയാണ്, അത് നീണ്ടുപോകും. ഭാസിച്ചേട്ടൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഭാസിച്ചേട്ടൻ, കരുണാകരൻ ചേട്ടൻ, തമ്പി സാറ്, ഇങ്ങനെ പോവും. ആർ.പി. ശങ്കരമംഗലം, ഇങ്ങനെ ഒരു നീണ്ട ചങ്ങല. ബാബുചേട്ടനില്ലാതെ പോയി, RS ബാബുചേട്ടനില്ലാതെ പോയി. അതൊരു വലിയ തുടർച്ചയാണ്. ഒളിവിലെ ഓർമ്മകളിലെ പേജ് 85 മുതൽ, ഏറ്റവും ഒടുവിലത്തെ പതിപ്പിലെ പേജ് 85 മുതൽ എനിക്ക് തോന്നുന്നൊരു 87, 88, 89 പേജ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വീടകത്തെ അന്തരീക്ഷമുണ്ട്. മുട്ടിശ്ശേരി തയ്യിൽ എന്ന ഞങ്ങളുടെ വള്ളിക്കാവിലെ എൻ്റെ അച്ഛൻ്റെ വീട്, അത് ഒരുപക്ഷെ അതിന് മുമ്പ് അറിയപ്പെടുന്നത് കുമ്പളത്ത് ശങ്കുപിള്ളയുടെ അനന്തരവൻ്റെ വീട് എന്നാണ് അതിന് മുന്നേ അറിയപ്പെട്ടത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിക്ക് ശേഷം പിന്നീട് അതറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റാക്കിയിലെ പരമുള്ളയുടെ വീട് എന്ന നിലയിലാണ്. പരമേശ്വരൻ പിള്ള എന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ അനന്തരവനായിട്ടുള്ള പഴയ കോൺഗ്രസ് വിശ്വാസിയായിട്ടുള്ള, അതുകൊണ്ട് തന്നെ മേൽവസ്ത്രം ധരിക്കാത്ത ഇന്നത്തെ കോൺഗ്രസ് വിശ്വാസികൾ ഒരുപാട് പേര് ഈ വിദേശ വസ്ത്രം ബഹിഷ്കരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഷർട്ടിടാതെ നടന്നിട്ടുണ്ട്. തുന്നിയ ഷർട്ടിടാതെ മുണ്ടും ഈ തുന്നിയ വസ്ത്രങ്ങളിടാതെ ഉള്ള ചരിത്രമുള്ള ആൾ അദ്ദേഹം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അപ്പം മരിക്കുന്നത്. ഞാൻ 9ാം ക്ലാസ് വരെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളല്ലെന്നാണ് കൂടുതലായും ഞങ്ങളിതൊക്കെ ഇതിൻ്റെ ചരിത്രം. പക്ഷേ 9ാം ക്ലാസ് വരെ ഞങ്ങൾ എല്ലാ ഓണക്കാലത്തും എല്ലാ അവധിക്കാലത്തും വള്ളിക്കാവിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അപ്പൂപ്പന് യാത്ര ചെയ്യാൻ പറ്റുന്ന സന്ദർഭം വരെ KPSC കൊണ്ടുപോകും. KPSCക്ക് അകം എന്താണെന്ന് ഞങ്ങളെ കാണിച്ചു തരും. പിന്നീട് ആ വള്ളിക്കാവിലെ നല്ല പൂഴി മണലിലൂടെ ഞങ്ങളെ നടത്തും. അതെന്തിനാന്ന് ചോദിച്ചാൽ, പണ്ട് ഈ ഉടുതുണി സമരകാലത്ത് മേൽമുണ്ട് ധരിച്ചതിന് ഒരു പെൺകിടാവിനെ, ഗോപാലൻ ചാന്നാനെയും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെയും ആട്ടി ഓടിച്ചു വിട്ട സ്ഥലത്ത് അവർ ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ അവർ ഓടിപ്പോയി ചേർത്തലയിൽ പോയി ജീവിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ ചെരുപ്പിടാതെ നടക്കാൻ പറയും അപ്പൂപ്പൻ. വളരെ കൊച്ചിലെ, എനിക്കൊന്ന് 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം നമുക്ക് പൊള്ളും, നമ്മൾ ഓടും. പൂഴിമണ്ണ്, നല്ല തിളങ്ങുന്ന മണ്ണാണ്. മോണോസൈറ്റ് ഇൽമിനൈറ്റിൻ്റെ അംശമുള്ള ചവറയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത മണ്ണാണല്ലോ അത്. നല്ല തിളക്കമാണ്. 10 മണിക്കൊക്കെ തന്നെ തിളങ്ങി തുടങ്ങും. ആ മണ്ണിലൂടെ നമ്മൾ പാഞ്ഞു പറിച്ച് ഓടിയിട്ട് തിരിച്ചു വരുമ്പം അപ്പോൾ പിന്നെ ധാരാളം പാട്ടുകൾ പാടും. ധാരാളം നാടൻ പാട്ടുകളും പ്രത്യേകിച്ച് കാക്കാരിശ് നാടകത്തിലെ പാട്ടുകളും ഒക്കെ അറിയാവുന്ന, നന്നായി വായിക്കുന്ന, കുറച്ചുകാലം അധ്യാപകനായിരുന്ന, പിന്നീട് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് വീട്ടിലിരുന്നു കൊണ്ട്, മുട്ടിശ്ശേരിയിൽ ഇരുന്നു കൊണ്ട് തന്നെ, തയ്യിലിരുന്നു കൊണ്ട് തന്നെ ആ പ്രദേശത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പിന്നീട് ജീവിച്ച മനുഷ്യൻ. ഞങ്ങൾക്ക് പൊള്ളിയാലും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേട്ട് ഞങ്ങൾ പൊള്ളലങ്ങ് മറക്കും. പക്ഷെ അപ്പോൾ പറയുമായിരുന്നു, ഈ ഇപ്പം നിങ്ങൾക്കൊന്ന് പൊള്ളിയിട്ടല്ലേ ഉള്ളൂ, ചില മനുഷ്യർ ജീവിതത്തിൽ ഉടനീളം പൊള്ളിയതിൻ്റെ അടയാളമാണ് ആ മണ്ണിലൊക്കെ കിടപ്പുള്ളത്. അന്ന് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുമൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഞങ്ങൾ 3 അന്യോന്യം നോക്കി ചിരിച്ചിട്ട്, കുറച്ചുകൂടെ വലുതാകുമ്പോഴും അന്യോന്യം നോക്കി ചിരിച്ചിട്ട്, ഇത് എന്ത് കഷ്ടമാണ്, ഇവർക്ക് എന്താ സൂക്കടെന്ന് നമ്മൾ അന്യോന്യമൊക്കെ പറഞ്ഞിട്ട് പോകുമെങ്കിലും പിന്നീട് നമ്മളെ രാഷ്ട്രീയ ജീവികളാകാൻ, ഏറ്റവും ഉയർന്ന പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ, ഏറ്റവും ഉയർന്ന സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കുന്നുകുഴി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ടീച്ചർ അധ്യാപക വൃത്തിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങിയല്ലോ എന്ന് ചോദിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ ഇറങ്ങി വരാൻ പറ്റിയ സ്ഥലമല്ല, അത് ഏറ്റവും ഉയർന്ന പ്രവർത്തന മണ്ഡലമാണ്, ഏറ്റവും പ്രയാസകരവും ഏറ്റവും ഉത്തരവാദിത്വം നിറഞ്ഞതും ആണ് എന്ന് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ബോധ്യപ്പെടുത്തിയ അപൂർവ ആളുകളിൽ ഒരാളാണ്, 2 പേരാണ് വാസ്തവത്തിൽ തോപ്പിൽ ഭാസിയും കാമ്പശ്ശേരി കരുണാകരനും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അസാമാന്യമായ സർഗപ്രതിഭയുള്ള, അസാമാന്യമായ സർഗശേഷി ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച ആളുകൾക്ക് വളരെ ഫലപ്രദമായി, ഇന്നത്തെ കാലത്ത് ആരാണ് സക്സസ്ഫുൾ എന്ന് ചോദിക്കുമല്ലോ, അങ്ങനെ സക്സസ്ഫുൾ ആവാനല്ല അവർ നോക്കിയത്. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ കിട്ടിയ അവസരങ്ങളെ അങ്ങനെയല്ല അവർ കണ്ടത്. നേരത്തെ മ്യൂസ് പറഞ്ഞ പോലെ സ്വയം ത്യജിച്ചുകൊണ്ട്, അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളെയും നിരാകരിച്ചുകൊണ്ട് ഒരു നാടിന് വേണ്ടി
ജീവിച്ച, അല്ലെങ്കിൽ അവരവർ ജനിച്ചു വന്ന ജീവിത സാഹചര്യത്തിലാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ അതൊക്കെ മാറ്റിവെച്ച് ഒരു ജനതയ്ക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യർ, നമുക്കിടയിൽ ജീവിച്ചു പോയവരെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ്. അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങൾക്കും രാഷ്ട്രീയ ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഭാരത് ഭവൻ നിർവഹിച്ചു പോരുന്നത് എന്നുള്ളത്, എനിക്കതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇവിടെ വലിയൊരു പുസ്തകത്തിൻ്റെ കുറഞ്ഞ സമയം കൊണ്ട്, പ്രത്യേകിച്ച് KPSC ലീല ചേച്ചി, ഇതൊക്കെ ഈ പേരുകളൊക്കെ നല്ല ഫെമിലിയറാണ്. അപ്പോൾ ലീല ചേച്ചിയോട് ഞാൻ ഈ ഒളിവിലെ ഓർമ്മകളിലെ ഈ 3 ആളിൻ്റെ പേര് ഞാൻ പറയുമ്പോൾ, അച്ഛൻ ഗംഗൻ എന്നാണ്, അച്ഛൻ ഗംഗാധരൻ നായരായിരുന്നു. ഗംഗാധരൻ നായർ റിട്ടയർ ചെയ്ത ശേഷം 1 വർഷം പോലും ആകുന്നതിനും അച്ഛൻ മരിച്ചുപോയി. പേരപ്പൻ ഗോപിയാണ്, അതിൽ മൂത്ത പേരപ്പൻ. വല്യച്ഛൻ ശങ്കരൻകുട്ടിയാണ്. രണ്ടുപേരും അധ്യാപകരാണ്. അപ്പോൾ ഞാൻ ലീല ചേച്ചിയോട് പറഞ്ഞു, ഗോപി, ഗംഗൻ, ശങ്കരൻകുട്ടി 3 ആളെ അറിയും പിന്നെ എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങനെ കൈ മുറുക്കി പിടിക്കുമ്പോൾ ആ തൊടലിൽ, സ്പർശത്തിൽ എല്ലാ അനുഭവമുണ്ട്. എനിക്ക് അച്ഛനെ തൊട്ട പോലെ എനിക്ക് ആ നിമിഷം തോന്നിയത് ലീല ചേച്ചി എന്നെ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിക്കുമ്പോൾ. അങ്ങനെ ഗോപിയും ഗംഗനും ശങ്കരൻകുട്ടിയും 3 ആളും ഒളിവിലെ ഓർമ്മക്കാലത്ത് ഈ 3 ആൾക്ക് ശൂരനാട് സംഭവത്തിന് ശേഷം RP ശങ്കരമംഗലവും തോപ്പിൽ ഭാസിയും ശങ്കരനാരായണൻ തമ്പി സാറും പിന്നെ ഞങ്ങൾ അപ്പൂപ്പൻ എന്ന് വിളിച്ച അദ്ദേഹം അടക്കം നമ്മുടെ വീട്ടിൽ 18 മാസക്കാലം ഒളിവിലിരുന്നത്, എത്ര മുറി പുരേടം അന്നത്തെ കാലത്ത് ഒക്കെ ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അപ്പൂപ്പൻ, അദ്ദേഹം പറയുന്നത് വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഭൂമി വിറ്റ് പിന്നുള്ള പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു എന്ന് അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയതും അത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ, ഈ ഒളിവിലെ ഓർമ്മകളിൽ കോട്ട് ചെയ്തതും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ബാലപാഠമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, എന്ത് പറയുമ്പോഴും നാവ് വളയ്ക്കുമ്പോൾ 2 വട്ടവും, പേന കയ്യിലെടുക്കുമ്പോൾ 4 വട്ടവും, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ 10 വട്ടവും ആലോചിക്കണമെന്ന് നമ്മളെയൊക്കെ നിരന്തരം ഓർമ്മപ്പെടുത്തിയ ജീവിതങ്ങളാണിതൊക്കെ. അത് എന്നെ മാത്രമൊന്നുമല്ല, എന്നെപ്പോലെ ഒരുപിടി ആളുകളെ, കേരളത്തിലെ ഒരുപക്ഷെ ആ പ്രദേശത്തേക്കൊരു എത്രയോ മനുഷ്യരുടെ രാഷ്ട്രീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ എനിക്കറിയാം. എൻ്റെ അച്ഛനൊക്കെ സംഘടനാ പ്രവർത്തകരായിട്ട് 8 കൊല്ലക്കാലം അച്ഛൻ നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ സർവീസ് സംഘടനയ്ക്ക് ഓരോ യോഗവും കഴിഞ്ഞ്, മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് രാത്രി ഉറക്കം വളച്ചിരുന്നതിൻ്റെ മിനിറ്റ്സ് മുഴുവൻ പൂർത്തിയാക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉറങ്ങുള്ളൂ, ചിലപ്പോൾ 3 മണി 4 മണിയാകുമ്പോൾ ഉറങ്ങുമ്പോൾ. അപ്പോൾ പിറ്റേന്ന് നമ്മൾ അച്ഛൻ വൈകി കൊണ്ടുവരുമ്പോൾ അച്ഛനോട് ഞങ്ങൾ കുത്തി ഉണർത്തിയിട്ട് പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പഴയ കാര്യങ്ങളാണ്, ഇവരൊക്കെ അനുഷ്ഠിച്ചതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. ഇവരുടെയൊക്കെ ജീവിതമാണ് RP ശങ്കരമംഗലത്തിൻ്റെ ജീവിതം, R ശങ്കരനാരായണൻ തമ്പിയുടെ ജീവിതം, തോപ്പിൽ ഭാസിയുടെ ജീവിതം. ഇവരൊക്കെ കഴിഞ്ഞു പോയ ജീവിതത്തിലെ പിറ്റേ ദിവസം ഉണ്ടോ എന്നറിയാതെ അദ്ദേഹം അവിടെ നിന്നാണ് വിവാഹത്തിനായിട്ട് പോകുന്നത്, തോപ്പിൽ ഭാസിയെ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഒക്കെ ഞാൻ ഈ പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, എൻ്റെ വീട്ടിലെ വർത്തമാനങ്ങളിൽ നിന്ന്, അപ്പൂപ്പൻ്റെയും അമ്മുമ്മയുടെയും ഒക്കെ വർത്തമാനങ്ങളിൽ നിന്ന്. ഇപ്പോഴും ഞങ്ങൾ ആ വീട് ഭദ്രമായിട്ട്, അതിൻ്റെ ഒരു ഭാഗം ഭദ്രമായിട്ട് തന്നെ പൊളിഞ്ഞു വീഴാറായിട്ട് അത് സൂക്ഷിക്കുന്നത് KPSC ചരിത്രമായിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്, ആ വീട് ചരിത്രമായിട്ട് കുറേ ഭാഗമെങ്കിലും സൂക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് കൂടിയാണ്. പിൽക്കാലത്ത് ആ വീട് ഒരുപക്ഷെ ബാബുചേട്ടൻ വന്നിരുന്നെങ്കിൽ ഓർത്തേനെ, N ശ്രീധരൻ, NS എന്ന മഹാമനുഷ്യൻ, പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത NS 12 കൊല്ലക്കാലം ജീവിച്ച അച്ഛനും പേരപ്പനും വല്യച്ഛനും വല്യമ്മയൊക്കെ കൊല്ലത്തേക്ക് വരികയും ഞങ്ങളൊക്കെ കൊല്ലത്ത്, ഞാൻ ജനിച്ചിട്ടില്ല, അതിന് മുമ്പ് എൻ്റെ ചേട്ടൻ, എൻ്റെ ബ്രദർ S അജയകുമാർ എന്ന് പിന്നീട് ലളിതകല അക്കാദമി സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച അദ്ദേഹം അടക്കം കൊല്ലത്ത് താമസിക്കുമ്പോൾ കുട്ടികളെ നോക്കാനായിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയും വരുമ്പം NSഉം കുടുംബമായിരുന്നു അവിടെ. ജമീൽ ചേച്ചി അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിലാണ് വളർന്നത് എന്നൊക്കെയുള്ളത് പിന്നീട് നമ്മൾ പലയിടത്തും എഴുതിയതും വായിച്ചതും ഒക്കെ കാണുമ്പോൾ ഒരു വലിയ തുടർച്ചയിലാണ്. അതുകൊണ്ട് പേടിയാണ്, മറക്കാൻ പേടിയാണ്, മറവി ഉണ്ടാകരുതെന്ന് നല്ല ബോധ്യമാണ്. നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഈ കാലത്ത് ഏറ്റവും വലിയ സൂക്ഷിക്കുന്ന കൊട്ടേഷൻ എന്താണെന്ന് മനസ്സിൽ വെച്ചാൽ, നമുക്ക് കണ്ടല്ലോ ഉദ്ധരണികൾ നമ്മളെ ഇങ്ങനെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു ഉദ്ധരണി ആലോചിച്ചാൽ വാൾട്ടർ ബെന്യാമിൻ പറയുന്നത് പോലെ, എനിക്കത് ആവർത്തിക്കാതിരിക്കാൻ കഴിയില്ല, ഏറ്റവും ആപത്ത് പിടിച്ച നിമിഷത്തിൽ നമുക്ക് കയ്യെത്തി പിടിക്കാൻ കുറച്ച് ഓർമ്മകളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന് ആ ഓർമ്മകൾ ഇല്ലാതായാൽ, കേരളത്തിൻ്റെ ആ ഭൂതകാലത്ത് രൂപപ്പെടുത്തിയെടുത്ത രാഷ്ട്രീയത്തിൻ്റെ ഓർമ്മ നമുക്ക് ഇല്ലാതായാൽ ചരിത്രം നമ്മളെ കുറ്റക്കാരെന്ന് മാർക്കിട്ട് വയ്ക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനൊരു കാലത്തൂടെയാണ് നമ്മൾ നേരത്തെ
കാലത്ത് ആദ്യം സംസാരിച്ചുകൊണ്ട് മ്യൂസ് പറഞ്ഞതുപോലെ എല്ലാ ചിന്തകളും പാൻ ഇന്ത്യൻ ഫ്രെയിമിലാണ് ഇപ്പോൾ. എല്ലാ ചിന്തകളും എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും, എന്തിനാണ് ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച നടത്തിയാൽ, വസ്ത്രത്തെക്കുറിച്ച് ചർച്ച നടത്തിയാൽ, ആചാരബോധ്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയാൽ ചെന്ന് മുട്ടുന്ന ഒരു വലിയൊരു പാൻ ഇന്ത്യൻ സ്ക്വയർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത്രയേറെ ആപത്ത് പിടിച്ചൊരു കാലത്ത് ചെയ്യേണ്ട ഏറ്റവും ഉയർന്ന സാംസ്കാരിക പ്രവർത്തനം എങ്ങനെ കേരളം രൂപപ്പെട്ടു എന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ഉയർന്ന ബോധ്യങ്ങളുള്ള, ഏറ്റവും ഉയർന്ന ചിന്തയുള്ള കേരളത്തെ രൂപപ്പെടുത്തിയതിൽ ഈ കാലത്തിനുള്ള ചെറുതല്ല ഈ കാലത്തിനുള്ള റോള് എന്ന് ധാരാളം മനുഷ്യർക്കൊപ്പം നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. തോപ്പിൽ ഭാസിയുമായി ബന്ധപ്പെട്ട ഈ ഓർമ്മകൾക്ക് ഇപ്പോൾ പുതുപ്പള്ളി സ്മരണകൾ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിൻ്റെ, അത് ഏട്ടനാണ്, വള്ളിക്കാവ് മോഹൻദാസിൻ്റെ പുതുപ്പള്ളി സ്മരണകൾ എന്ന പുസ്തകത്തിലെ 5-ാം അധ്യായം ഒരുപക്ഷെ ബൈചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച ഈ ജീവിതം മുഴുവൻ, ഒളിവിലെ ഓർമ്മകളിലെ ഈ പേജുകളിൽ ഒതുങ്ങാത്ത ബാക്കി ചരിത്രം മുഴുവൻ ഈ സ്മരണകളിൽ, പുതുപ്പള്ളി സ്മരണകളിൽ എനിക്ക് തോന്നുന്നു 5 വയസ്സുള്ള ഞാൻ വരെയുണ്ട്. 5 വയസ്സുള്ള എൻ്റെ വരെ ജീവിതം പരാമർശിച്ചുകൊണ്ടാണ് പുതുപ്പള്ളി രാഘവൻ്റെ ഓർമ്മകൾ അവിടെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ വലിയ അഭിമാനമുണ്ട്, അതേസമയം ഉത്തരവാദിത്ത ബോധവുമുണ്ട്. അത് തരുന്ന ഉത്തരവാദിത്ത ബോധം, ഒരുപക്ഷെ ആ മണലിലൂടെ പോയ ആളുകൾക്കുണ്ടാകുന്ന ഉത്തരവാദിത്ത ബോധം എന്നുള്ളത് നമ്മളെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏത് സ്വകാര്യമോ അല്ലാതെയോ ആയ ഏത് ഘട്ട അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും, ഏത് തീവ്രാനുഭവങ്ങളിലൂടെ പോകുമ്പോഴും, ഏതൊക്കെ സന്ദർഭങ്ങളിൽ, പലപ്പോഴും സാമൂഹ്യ ജീവിതത്തിൻ്റെ ആയാലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആയാലും നമ്മുടെ അധ്യാപന ജീവിതത്തിനിടയിലായാലും ഒക്കെ നമ്മൾ നേരിടുമ്പോൾ, അവരൊക്കെ നേരിട്ടത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര സേഫർ സോണിലാണ് എന്നുള്ളത് ഓർക്ക് മാത്രമല്ല നമ്മളെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ളവരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. തോപ്പിൽ ഭാസി അക്കാദമിക പാഠപുസ്തകങ്ങൾ വന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതാണ്, ആത്മപരിശോധന നടത്തേണ്ടതാണ്. അക്കാദമിക പുസ്തകങ്ങൾ വരുന്നത് പ്രധാനമാണോ എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വരുമ്പോൾ കുട്ടികളിലേക്ക് എത്തുമെന്നുള്ളത് അധ്യാപകരെന്ന നിലയിൽ, ഞങ്ങൾ 2 ആൾ ഇവിടെ ഉണ്ട്, അധ്യാപകരെന്ന നിലയിൽ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ചിലയിടത്തെങ്കിലും ചില പാഠപുസ്തകങ്ങൾ ചിലരൊക്കെ എത്തുമ്പോൾ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗോദാവരി പരുലേക്കർ കമ്പൽസറി പഠിച്ചതുകൊണ്ട് മാത്രം എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, തെക്കൻ കർണാടകയിലെ ഭൂതകാല ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, അന്വേഷിക്കാൻ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകരായിരിക്കുന്ന എൻ്റെ കുട്ടികൾ ആ സന്ദർഭത്തിൽ അവർക്കത് തിരിച്ചറിയില്ല. പിന്നീട് അവർ പത്രപ്രവർത്തനത്തിൻ്റെ വലിയ മുഖങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രേണുകാംബ ക്ഷേത്രത്തിൽ പോയി കാര്യങ്ങൾ പഠിക്കാൻ അവർ പോകുമ്പോൾ, പത്രപ്രവർത്തകരെന്ന നിലയിൽ പോകുമ്പോൾ ഒക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നത് ഗോദാവരി പരുലേക്കറിൻ്റെ മനുഷ്യരുണരുമ്പോഴെന്ന പുസ്തകത്തിലെ ചില പരാമർശങ്ങളിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ പാഠപുസ്തകങ്ങൾക്കും അക്കാദമിക പ്രവർത്തനത്തിനും തീർച്ചയായിട്ടും നമ്മുടേതുപോലൊരു സമൂഹത്തിലെ റോളുണ്ട്, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. നമ്മുടേതുപോലൊരു സമൂഹം, ഉയർന്ന വിദ്യാഭ്യാസ ബോധ്യമുള്ളൊരു സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഏറ്റെടുക്കുക, മറുഭാഗത്ത് ഈ രീതിയിൽ ജനകീയമായ മുന്നേറ്റങ്ങൾ, എത്ര വേദി കണ്ട ഒരു നാടകം, മറുഭാഗത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എത്ര വേദി കണ്ടു എന്നുള്ളത് വടക്കൻ കേരളത്തിൻ്റെ ഒരു അംശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊക്കെ ഈ നാടക ജീവിതങ്ങൾ, ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് നാടകങ്ങൾ കാണാൻ അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം കൂടിയാണ്. എനിക്ക് തോന്നുന്നു സംഗീത നാടക അക്കാദമി അതിന് വേദി ഒരുക്കുമ്പോൾ തന്നെ നാടകം ഒരു പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഭാരത് ഭവൻ പോലുള്ള സ്ഥാപനങ്ങൾ പുറത്ത് വേദികൾ ഒരുക്കുന്നതിൽ പരോക്ഷമായിട്ടെങ്കിലും ഇടപെടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കൊക്കെ ഞങ്ങൾ വാളത്തുങ്കൽ എന്ന പ്രദേശത്താണ്. എൻ്റെ അമ്മ വാളത്തുങ്കൽ ബോയ്സ് ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നതുകൊണ്ടും ഞങ്ങൾ വാളത്തുങ്കൽ എന്ന പ്രദേശത്താണ് പിന്നീട് ജനിച്ചു വളർന്നതൊക്കെ. ഞങ്ങൾക്ക് ആ നാട്ടിലെ വാളത്തുങ്കൽ ശ്രീധരൻ നായർ എന്ന അധ്യാപകനും കവിയുമായ നാടക പ്രവർത്തകനുണ്ടായിരുന്നു. മാസത്തിൽ 1-2 നാടകങ്ങൾ, ഒരുപക്ഷെ ഞങ്ങൾ ഈ നാടകങ്ങൾ, ഈ പറഞ്ഞ എല്ലാ നാടകങ്ങളും, പുതിയ ആകാശം പുതിയ ഭൂമി വരെയുള്ള തോപ്പിൽ ഭാസിയുടെ എല്ലാ നാടകങ്ങളും ഞങ്ങൾ അവിടെയാണ് കാണാനിടയായത്. ബാബു നമ്പൂതിരി അഭിനയിച്ച ആഹാ ആഹോ എന്ന അങ്കമാലി മാനിഷാദ തിയേറ്റേഴ്സിൻ്റെ ആഹാ ആഹോ എന്ന ഗംഭീരമായൊരു നാടകം നമ്മൾ അവിടെയാണ് കാണുന്നത്. കടൽ എന്ന നാടകം അവിടെയാണ് കാണുന്നത്. ഡോക്ടർ എന്ന നാടകം ഞങ്ങൾ അവിടെയാണ് കാണുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതായതോടുകൂടി തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ദൃശ്യപരമായ ആ കോയ്മയെ തൃപ്തിപ്പെടുത്താൻ വേറെ സംവിധാനങ്ങളിലേക്ക് നമ്മൾ മാറി. അതൊന്നും തെറ്റല്ല, കാലം മാറുന്നതനുസരിച്ച് മാറും. അതേസമയം നമ്മുടെ ഒരു തലമുറ കണ്ട് രൂപപ്പെട്ട രാഷ്ട്രീയ ബോധ്യങ്ങളെ
അതേപടി അല്ലെങ്കിൽ പോലും അതേ ആവേഗത്തോടു കൂടിയോ അതേ പ്രവേഗത്തോടു കൂടിയോ ഒന്നും സാധ്യമാവുമെന്ന് കരുതുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നും ഇതും അക്കാലത്തൊരു വലിയ സാധ്യതയായിരുന്നു എന്നെങ്കിലും ഉള്ള ചരിത്രപരമായ ഒരു സാധ്യത അത് അടുത്ത തലമുറയ്ക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടി നമ്മുടെ ഈ വേദികൾ സഹായകരമാകണം. നമ്മൾ ഈ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തെ നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും ഒക്കെ ആർട്സ് ക്ലബ്ബുകളുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് കുറച്ച് കുട്ടികളെങ്കിലും എത്തിക്കാൻ അവർക്ക് കൂടി വന്ന് കാണാനുള്ള അവസരം ഒരുക്കുന്ന തരത്തിലേക്കും കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറണമെന്ന് കൂടിയാണ് ചേർത്ത് വെച്ച് പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഈ ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ എന്നെ പ്രമോദ് വിളിക്കുമ്പോൾ ഇതിനാണെന്ന് ഞാൻ അറിയുന്നില്ല. കാലത്തെ ഞാൻ തിരിച്ച് പ്രമോദിനെ വിളിക്കുമ്പോൾ ഇതാണ്. അപ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല വരാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ആ നിമിഷം മുതൽ പഴയ മുട്ടിശ്ശേരി തൈയിലെ 4 വയസ്സുകാരി 3 വയസ്സുകാരി ലീനയായി മാറുകയായിരുന്നു. ഈ ഒരു 3-4 മണിക്കൂർ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ തലയിലൂടെ പോകുമ്പോഴും നമുക്കൊക്കെ മറക്കാനെന്നല്ല, അതൊരു ഒരിക്കലും നിൽക്കുന്നില്ലല്ലോ, അത് മറക്കാനാകുന്നൊരു വാക്ക് അവിടെ ഇല്ല. നമുക്കൊക്കെ ഒരിക്കലും ഈ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്താനാകാത്ത ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയാൻ കാരണം തികഞ്ഞ ഉത്തരവാദിത്വ ബോധം, നിതാന്ത ജാഗ്രതയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിലെ ഓരോ മനുഷ്യർക്കും, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാകേണ്ടുന്ന ഒരു സാംസ്കാരിക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തോപ്പിൽ ഭാസിയെ ഓർക്കുക, കമ്പിശ്ശേരി കരുണാകരനെ ഓർക്കുക എന്നത് തന്നെ, അവരുടെ പ്രവർത്തനങ്ങളെ ഓർക്കുക എന്നത് തന്നെ ഇന്ത്യക്ക് മുഴുവൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ഓർമ്മയായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈജുചേട്ടൻ്റെ പുസ്തകത്തിൻ്റെ അതിഗംഭീരമായൊരു ചർച്ചയാണ് വാസ്തവത്തിൽ ഇനി കേരളത്തിൽ നമ്മുടെ ഇടയിൽ വേണ്ടത് എന്ന്. അത് KPSC സുലോചനയുടെ ജീവിതത്തെ മുൻനിർത്തിയുള്ള വായന, മുൻനിർത്തിയുള്ള നോട്ടം, ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു കാലത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയത്തെയും കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെയും തുലാസിലോട്ടും ഏറ്റക്കുറച്ചിലില്ലാതെ നിർവഹിച്ചു എന്നുള്ളത്, അതുമൊക്കെ ഞാൻ കുറ്റബോധത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്. എഴുതാൻ വിഭവങ്ങൾ ധാരാളമായി ഉള്ളിൽ തന്നെ ഇരിക്കെ അതിനാകുന്നില്ല എന്നുള്ള സങ്കടം കൂടി പങ്കുവയ്ക്കുകയാണ്. ആവണവരൊക്കെ ചെയ്യട്ടെ. ബൈജുചേട്ടൻ്റെ ഇന്ന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് പുസ്തകങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നു. ഈ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ മണ്ണ് എങ്ങനെയാണ് ചുവന്ന് തൊടുത്തത് എന്ന ഓർമ്മകൾ കൂടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി മാം. സർഗസ്മൃതി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു വയലാർ സാംസ്കാരിക വേദി സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രനെ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ തന്നെ ഒരുപാട് സമയം താമസിച്ചു. എഴുതാൻ പോകുന്ന സിനിമ തുടങ്ങാൻ സമയമായി. നമ്മുടെ ഡോക്യുമെൻ്ററി തോപ്പിൽ ബാൽ സാറിൻ്റെ ഉണ്ടായിരുന്നു. അത് നാളെ വൈകുന്നേരം അത് പ്രദർശിപ്പിക്കും. അതിനുശേഷം സിനിമ ഉണ്ടായിരിക്കും. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ ഞാൻ വയലാർ സാംസ്കാരിക വേദിയുടെ പേരിലും ചലച്ചിത്ര അക്കാദമിയുടെ പേരിലും ഭാരത് ഭവൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു പോയ നമ്മുടെ എല്ലാം അഭിമാനമായ കെ ജയകുമാർ IAS-നെ ഈ പരിപാടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ശ്രീ ബൈജു ചന്ദ്രൻ അവരുടെ ഈ വേദിയിലേക്ക് നന്ദി അറിയിക്കുന്നു. ഒലീന ടീച്ചറിനെ നന്ദി അറിയിക്കുന്നു. മിസ് മേരി ടീച്ചറിനെ ഈ വേദിയിൽ നന്ദി അറിയിക്കുന്നു. ഈ ഭാരത് ഭവൻ്റെ എല്ലാമായ റോബിൻ സേവ്യറിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഈ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന എല്ലാവരും നാളെയും മറ്റന്നാളും എല്ലാം നല്ല സിനിമകളുണ്ട്. എല്ലാവരും ഈ സിനിമ കാണാൻ വരണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അനുഭവങ്ങൾ പാളിച്ചകൾ ഉടൻ ആരംഭിക്കുന്നതാണ്. അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സർഗസ്മൃതി 2024 ഉദ്ഘാടനം ഇവിടെ പൂർണ്ണമാവുകയാണ്. തോപ്പിൽ ഭാസി തിരക്കഥ രചിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രദർശനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്.